പറയുന്നത് ഇപ്പം ഓഫർ ചെയ്യുന്നത് മദ്രാസിലാണ്. കൂടുതൽ ആളുകളാണെന്നുള്ള തോന്നലായിരുന്നു. പക്ഷേ ഇതുപോലുള്ള ഒരു ഗൗരവമായ പഠനം ഇന്ത്യൻ അപ്പോൾ നടത്താനാണ്. പക്ഷെ ഇന്ന് ഒത്തിരി പേര് വരാമെന്ന് സംബന്ധിച്ച് ഓർക്കണം. ഇതിനു വേണ്ടി വിചാരം എടുത്ത യത്നം ഭയങ്കരമാണ്. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോരുത്തർക്കും കത്തയച്ചെന്ന് മാത്രമല്ല, നിങ്ങൾ ഓരോരുത്തരെയും വ്യക്തിപരമായിട്ട് ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചു. 50-60-70 പേരെ ഫോണിൽ വിളിക്കുന്നതിൻ്റെ പ്രയാസം നിങ്ങൾ നോക്കേ. ഡയലിയൊന്നും കിട്ടുകയല്ല, എടുക്കാൻ കഴിയാത്ത സ്ഥിതിയായിരിക്കും. അങ്ങനെ പിന്നെ ഇത്രയും പേരെ നമ്മൾ പങ്കെടുക്കാൻ താല്പര്യം എല്ലാവരെയും ഫോണിൽ ബന്ധപ്പെട്ടതാണ്. അതിൻ്റെ കുറിച്ചുള്ള കാര്യങ്ങൾ ഞങ്ങൾ പിന്നെ ഉച്ചകഴിഞ്ഞ് പറയാം. അപ്പം ആ 2 സുഹൃത്തുക്കൾ പ്രബന്ധം ഇന്നലെ വൈകിട്ട് ഞങ്ങൾക്ക് എത്തിക്കാമെങ്കിൽ കോപ്പി എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ 2 പേരുടെയും കിട്ടിയിട്ടില്ല. പക്ഷെ അവർ കോപ്പി എടുത്തിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് സർക്കുലേറ്റ് ചെയ്യും. അതിനുശേഷം നമുക്ക് KM ജോർജിൻ്റെയും മറ്റു ചർച്ചകളും അതിനുശേഷം ഒരു കൺക്ലൂഷനാണ്. ഈ പ്രാവശ്യം ഗ്രൂപ്പ് ഡിസ്കഷൻ സമയത്തിൻ്റെ പരിമിതി കാരണം ക്രമീകരിച്ചിട്ടില്ല. പക്ഷേ അറേഞ്ച് ചെയ്തിട്ടുള്ള മറ്റൊരു കാര്യം, ഈ ഫോർമലായിട്ട് നമുക്ക് തൃശ്ശൂർക്ക് അപ്പുറത്തു നിന്ന് വന്ന സുഹൃത്തുക്കളുണ്ട്, തിരുവനന്തപുരത്തു നിന്നും അപ്പുറത്തു നിന്ന് വരേണ്ടവരുണ്ട്. അവർ വരുന്നുണ്ടെങ്കിൽ അവർക്ക് പോകേണ്ട സമയം, അതുകൊണ്ട് നമ്മുടെ ടൈം എന്ന് പറയുന്നത് 3:30 നിർത്താനാണ് ആഗ്രഹിക്കുന്നത്. അതിനുശേഷം പക്ഷേ തീർച്ചയായിട്ടും ഇങ്ങനത്തെ ഈ അനൗപചാരികമായ ഇൻട്രാക്ഷനായിരിക്കും കൂടുതൽ നമ്മളെ ധന്യമാക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് ഇൻഫോർമൽ ഇൻറ്ററാക്ഷൻ KM ജോർജ് ക്രമീകരിച്ചിട്ടുണ്ട്. അത് 3:30 മുതൽ 4:00. അത് യാതൊരു നിർബന്ധവുമില്ല. താല്പര്യമുള്ളവർക്കെല്ലാം പങ്കെടുക്കാം. 3:30 മുതൽ 4:00. അപ്പോൾ 3:30 ഔപചാരികമായി അവസാനിക്കുകയും 4:00 പരിപാടികൾ തിരികെയും ചെയ്യും. തുടർന്നുള്ള സെഷൻസിനെ കുറിച്ച് പിന്നീട് പറയാം. ഇതൊരു തുടർ പരിപാടിയാണെന്ന് നിങ്ങൾക്കറിയാം. ഒരിക്കൽ കൂടി നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് അതിധന്യമായ ഒരു ദിവസം നമുക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ. ബഹുമാനപ്പെട്ട KM ജോർജ് അച്ഛൻ, പ്രിയപ്പെട്ട മാമൻ ബാക്കി സാർ, പ്രിയപ്പെട്ട സ്നേഹിതരെ, ഒരു പ്രസിഡൻഷ്യൽ അഡ്രസ്സായിട്ട് കണക്കാക്കുന്നില്ല, ആമുഖ വാക്കുകളായിട്ടും കണക്കാക്കുന്നില്ല. പ്രിയപ്പെട്ട KM ജോർജ് അച്ഛൻ പറഞ്ഞ ഈ വലിയ ഒരു ദർശനം അടിവരയിടാനായിട്ട് മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഈ കാര്യങ്ങളിൽ നമ്മുടെ എല്ലാവരുടെയും ചിന്ത വളരെയേറെ ചെല്ലുന്ന ഒരു നാളുകളാണ്. എല്ലാവരെയും പോലെ ഞാനും എല്ലാവരോടും ചേർന്ന് ചിന്തിക്കാനും നമ്മുടെ ഒരുമിച്ചുള്ള പഠനം, ദർശനം നല്ലതാക്കാനുമായിട്ട് മാത്രമേ ഞാനും ആഗ്രഹിക്കുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ ഈ പറയാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ബഹുമാനപ്പെട്ട അച്ഛൻ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് വളരെ വിഭിന്നമായ കാര്യങ്ങളാണ് എന്ന് ഞാൻ കണക്കാക്കുന്നില്ല. അതിനോടുള്ള തുടർച്ചയിൽ മാത്രം അടിവരയിടാൻ ചില ചിന്തകൾ പങ്കിടാനായിട്ട് ആഗ്രഹിക്കുന്നു. 20ാം നൂറ്റാണ്ട് ഡെവലപ്മെന്റ്, സയൻസ്, ടെക്നോളജി അതിൻ്റെ ഒരു കാലഘട്ടമായിട്ട് വിശേഷിപ്പിക്കപ്പെട്ടിരുന്നു എന്ന് നമുക്കറിയാം. സയൻസിൻ്റെയും ടെക്നോളജിയുടെയും വെളിച്ചത്തിൽ ഇക്കണോമിക് ഡെവലപ്മെന്റ് ലോകവ്യാപകമായിട്ട് നടന്നുകൊണ്ടിരുന്ന കാലം. അപ്പം 20ാം നൂറ്റാണ്ടിനെ ഡെവലപ്മെന്റിന്റെ ഒരു നൂറ്റാണ്ടായിട്ട് കണക്കാക്കിയിരുന്നു. നമുക്കറിയാം 21ാം നൂറ്റാണ്ട് ഇക്കോളജിയുടെ ഒരു നൂറ്റാണ്ടായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഇക്കോളജിയെ സംബന്ധിച്ച് ധാരാളം പഠനങ്ങളും ഗവേഷണങ്ങളും ദർശനങ്ങളും വളർത്തിയെടുക്കപ്പെടുന്ന ഒരു കാലഘട്ടം. അതുകൊണ്ട് തന്നെ നമ്മുടെ വിശ്വാസം പ്രപഞ്ചവുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു, പ്രപഞ്ചത്തിന്റെ ഉള്ളിലാണ്
അതിനോടുള്ള ഒരു ബന്ധത്തിലാണ് നമ്മുടെ വിശ്വാസം ആവിഷ്കരിക്കപ്പെടുന്നത് എന്ന് നമുക്ക് ചിന്തിക്കാൻ സാധിക്കും. ഇന്ന് തിയോളജി പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒത്തിരി കാര്യങ്ങൾ 20ാം നൂറ്റാണ്ടിൽ ഡെവലപ്മെന്റിനോടും സയൻസിനോടും ടെക്നോളജിയോടും ചേർന്ന് വന്ന ധാരാളം പ്രശ്നപരമായ കാര്യങ്ങളോട് ചേർന്ന് വന്ന വ്യാഖ്യാനങ്ങൾ അടിസ്ഥാനപ്പെട്ട തിയോളജിക്കൽ വിഷനാണ് ഇന്ന് ഒത്തിരിയും പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യും. എന്നാൽ അതിൻ്റെ വലിയ വിമർശനങ്ങൾ ഇന്ന് വന്നു കഴിഞ്ഞു. ആ വിമർശനങ്ങൾ ഉൾക്കൊണ്ട് വ്യത്യസ്തമായിട്ടുള്ള ദർശനങ്ങൾ വളർന്നു വരുന്നുണ്ട്. അങ്ങനെയുള്ള ദർശനങ്ങൾ വളർന്ന് വന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് പൗരസ്ത്യ വിശ്വാസത്തിന് തീർച്ചയായും ഈ മാറി വരുന്ന ലോകത്തിന് ക്രിസ്തീയ വിശ്വാസത്തിന് നൽകാനായിട്ട് ധാരാളം ദർശനങ്ങൾ ഉണ്ട്. പാശ്ചാത്യ ലോകത്തും ശാസ്ത്രത്തെയും ടെക്നോളജിയെയും വിമർശിക്കുകയും ആ വിമർശനത്തിന്റെ അടിസ്ഥാനത്തിൽ ഉയർന്നു വന്ന ധാരാളം ദർശനങ്ങളുണ്ട്. അത് നമുക്ക് വളരെ പ്രയോജനമാണ്. ബഹുമാനപ്പെട്ട അച്ഛൻ ഇവിടെ പറഞ്ഞ ദർശനങ്ങൾ എല്ലാം തന്നെ നമുക്ക് വളരെ പ്രാധാന്യമറിയിക്കുന്ന ദർശനങ്ങൾ ആണ് എന്ന് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. അച്ഛൻ പറഞ്ഞു ഹ്യൂമാനിറ്റി, നേച്ചർ, ഹ്യൂമാനിറ്റി ആൻഡ് കോസ്മോസ്, അതിൻ്റെ ഒരു കണ്ടിന്യൂറ്റി അച്ഛൻ അടിവരയിട്ടായിരുന്നു. അതുപോലെ ബോഡി ആൻഡ് നേച്ചർ, അതിൻ്റെ ഒരു ബന്ധം അച്ഛന് അടിവരയിട്ട് പറയുന്നതിനായിട്ട് ഇടയായി. അതുപോലെ തന്നെ ബോഡി ഓഫ് ക്രൈസ്റ്റിന്റെ ഒരു അതിരെന്താണ്, അതിൻ്റെ ഒരു ബോർഡർ എവിടെയാണെന്ന് നമുക്ക് നിർവചിക്കാനായിട്ട് സാധിക്കുമോ? ഒരിക്കലും നിർവചിക്കാനായിട്ട് സാധിക്കുകയില്ല. ക്രിയേഷന്റെ അതിരുണ്ടോ, അത് തന്നെയാണ് ബോഡി ഓഫ് ക്രൈസ്റ്റിന്റെ എക്ലേസിയായുടെ ബോർഡർ എന്ന് വെച്ചാൽ പറയുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ന് പ്രപഞ്ചത്തോട് ചേർന്നും പ്രകൃതിയോടും ചേർന്നാണ് നമ്മൾ ഇന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നത്. കോസ്മോസിനോട് ചേർന്നാണ് ഇന്ന് നമ്മുടെ വിശ്വാസം ആവിഷ്കരിക്കേണ്ടി വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹൊറൈസൺ ഓഫ് ഫെയ്ത്ത് വളരെയേറെ വ്യാപ്തി ഉള്ളതായി തീരുകയാണ്. ഹ്യൂമാനിറ്റിയോടും ഹ്യൂമൻ കോൺഷ്യസ്നെസ്സിനോടും അങ്ങനെയുള്ള ഒരു ആന്ത്രോപോളജിയോടും ചേർന്ന് നിന്ന് നമ്മൾ വിശ്വാസത്തെ ആവിഷ്കരിച്ചതായിട്ടുള്ള നാളുകൾ നമുക്ക് പിന്നിലാണ് എന്ന് നമുക്ക് ചിന്തിക്കാം. വളരെ വ്യാപ്തിയേറിയതായിട്ടുള്ള, വളരെ ആഴമേറിയതായിട്ടുള്ള വിശ്വാസത്തിന്റെ ചിന്തകൾ നമ്മൾ ഇന്ന് വളർത്തിയെങ്കിൽ മതിയാവും. അച്ഛൻ പറഞ്ഞതിനോട് ചേർന്ന് ഒന്ന് രണ്ട് ചിന്തകൾ മാത്രം ഞാൻ ചേർത്ത് വെക്കുന്നതിനായിട്ട് ആഗ്രഹിക്കുന്നു. പാശ്ചാത്യ ലോകത്ത് ഉണ്ടായിരുന്ന ഡ്യൂവലിസം, പല രീതിയിലുള്ള ഡ്യൂവലിസം അച്ഛൻ അതിനെ പരാമർശിക്കുകയുണ്ടായി. സോൾ ബോഡി ഡ്യൂവലിസം, സ്പിരിറ്റ് ബോഡി ഡ്യൂവലിസം, നേച്ചർ ഹിസ്റ്ററി ഡ്യൂവലിസം, ഇങ്ങനെയുള്ള അനേകം ഡ്യൂവലിസം ഇന്ന് നമ്മൾ നേരിടുന്ന ഈ ഒരു ഇക്കോളജിക്കൽ ക്രൈസിസിന് അടിസ്ഥാന കാരണങ്ങളായിട്ട് ഭവിക്കുകയുണ്ടായി. മൈൻഡ് ബോഡി ഡ്യൂവലിസം ആധുനിക ലോകം നമുക്ക് തന്ന ഒരു ഡ്യൂവലിസത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ചിന്തയാണ്. റെനെ ഡെക്കാർട്ട് എന്ന് പറയുന്ന ഫ്രഞ്ച് ഫിലോസഫറാണ് ഈ മൈൻഡ് ബോഡി ഡ്യൂവലിസം തുടങ്ങി വെച്ചത് എന്ന് നമുക്കറിയാം. റെനെ ഡെക്കാർട്ട് ആരംഭിച്ചു വെച്ച ഈ മൈൻഡ് ബോഡി ഡ്യൂവലിസം വെസ്റ്റേൺ ക്രിസ്ത്യൻ തിയോളജിയിൽ വളരെ കാര്യമായിട്ട് സ്വാധീനിച്ചിട്ടുണ്ട്. അതിനെ മറികടക്കാനായിട്ടും അതിനെ ഓവർകം ചെയ്യാനായിട്ടും വെസ്റ്റ് ധാരാളമായിട്ടുള്ള പരിശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മൈൻഡാണ് സുപ്പീരിയർ, ബോഡിയാണ് ഇൻഫീരിയർ, ബോഡി ഇൻഫീരിയർ ആണ്, ഹൈറാർക്കിക്കലാണ്. അപ്പോൾ ഹൈറാർക്കിയെ നമ്മൾ തീർച്ചയായിട്ടും ഓവർകം ചെയ്തേ പറ്റുള്ളൂ എന്ന് ബഹുമാനപ്പെട്ട കെ.എൻ. ജോർജ് അച്ഛൻ ഇവിടെ പറഞ്ഞു. ഹൈറാർക്കിയെ ഓവർകം ചെയ്യുന്ന വിഷൻ നമുക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും സാധ്യമാണ്. ഈസ്റ്റേൺ ക്രിസ്ത്യൻ തോട്ട് അതിന് വലിയ ഒരു അടിസ്ഥാനപരമായ സ്ട്രക്ചർ നമുക്ക് തരുന്നുണ്ട്. വെസ്റ്റിൽ അതുപോലെ തന്നെ ഹൈറാർക്കിയെ ക്രിട്ടിക് ചെയ്യുന്നതിന്, വിമർശിക്കുന്നതിന് ഉയർന്നു വന്നതായ ധാരാളം ചിന്തകൾ ഉണ്ട്. അവിടെ മനുഷ്യ മനസ്സ്, ഹ്യൂമൻ മൈൻഡ്, ഹ്യൂമൻ ബോഡി,
ബോഡി ഇൻഫീരിയർ ആണ്, മൈൻഡ് സുപ്പീരിയർ ആണ് എന്ന് പറയുമ്പോൾ ഹ്യൂമാനിറ്റിക്കാണ് ആ മൈൻഡ് ഉള്ളത്. അതുകൊണ്ട് തന്നെ മറ്റൊന്നിലും ആ ഒരു മൈൻഡ് ഇല്ല. മറ്റെല്ലാം തന്നെ സബ് ഹ്യൂമൻ അല്ലെങ്കിൽ നോൺ ഹ്യൂമൻ എന്ന് പറഞ്ഞ് അതിനെ ഇൻഫീരിയർ ആയിട്ട് കാണുന്ന ഒരു തരത്തിൽ ഇന്ന് അതിന് ഒരു കറക്ഷൻ കൊണ്ടുവരുന്നുണ്ട്. മനുഷ്യനിലുള്ള മൈൻഡ് നമ്മളിൽ പ്രവർത്തിക്കുന്നത് പോലെ തന്നെ മെന്റാലിറ്റി എന്ന ആ ഒരു ആശയം, അങ്ങനെയുള്ള ഒരു പ്രവർത്തനം സകല ചരാചരങ്ങളിലും ഉണ്ട് എന്ന് സമർത്ഥിക്കുന്നു. അച്ഛൻ I have a body എന്ന് പറയുന്നതിലുപരി I am body, I am my body എന്ന ചിന്ത വളരെയേറെ ശക്തമാകുന്നു. I am my body എന്ന് പറയുമ്പോൾ ഞാൻ ഒരു പൂർണ്ണമായ ഒരു ആളത്വം, അത് മനസ്സും ശരീരവും എല്ലാം ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു പൂർണ്ണതയുടെ ആളത്വമാണ്. അതിനകത്തൊരു ഹോൾസംനെസ് ഉണ്ട്. I am my body. എന്നാൽ I am my body എന്ന് പറയുമ്പോൾ ഈ ശരീരം മറ്റ് എല്ലാറ്റുമായിട്ട് വളരെയേറെ അഭേദ്യമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. എന്റെ ശരീരം എടുക്കപ്പെട്ടിരിക്കുന്നത് മറ്റ് പ്രകൃതിയിൽ നിന്നാണ്. അപ്പോൾ എന്റെ ശരീരം ആണ് ഞാൻ എന്ന് പറയുമ്പോൾ പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന എന്റെ ആളത്വം, പ്രപഞ്ചവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന എന്റെ ആളത്വം. അപ്പോൾ I am my body എന്ന് പറയുമ്പോൾ എന്റെ മനസ്സും അവിടെ ഉൾപ്പെട്ടിരിക്കുന്നു. എന്നിലുള്ള ഫിസിക്കാലിറ്റിയെയും എന്നിലുള്ള മെന്റാലിറ്റിയെയും, എന്റെ ബോഡിയെയും എന്റെ മൈൻഡിനെയും വളരെ ഇന്റഗ്രേറ്റഡ് ആയിട്ടാണ് കാണേണ്ടത്. അത് ഒന്നാണ്. ഇറ്റ് ഈസ് എ യൂണിറ്റി, ഇറ്റ് ഈസ് എ യൂണിഫൈഡ് എക്സ്പീരിയൻസ്. ഫിസിക്കൽ എക്സ്പീരിയൻസസ് ആണ് മൈൻഡിന്റെ തലത്തിൽ മെന്റൽ തോട്ട്സ് ആയിട്ട്, കോൺസെപ്റ്റ്സ് ആയിട്ട് രൂപപ്പെടുത്തുന്നത്. അപ്പോൾ അത് ബോഡി സെൻസേഷൻസിനെ മീഡിയേറ്റ് ചെയ്യുന്നൊന്നും മാത്രമല്ല, പുറം ലോകത്തെ സെൻസസിലൂടെ മീഡിയേറ്റ് ചെയ്ത് എന്റെ മനസ്സിലേക്ക് തരുന്ന ഒന്ന് മാത്രമല്ല ബോഡി. എന്റെ ബോഡി എന്റെ മനസ്സിന്റെ എല്ലാ ചിന്തകളെയും അതിന്റെ എല്ലാ ഇമോഷൻസിനെയും എല്ലാം താങ്ങുകയും, എന്റെ ബോഡിയിൽ നിന്നാണ് ഇമോഷൻസും എന്റെ ചിന്തകളും ഒക്കെ ഇമേർജ് ചെയ്യുന്നത്. അതൊരു വലിയ യൂണിറ്റിയാണ്, ഒരു യൂണിഫൈഡ് എക്സ്പീരിയൻസ് ആണ് എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മെന്റാലിറ്റി എന്ന് പറയുന്നത് ഫിസിക്കാലിറ്റിയിൽ നിന്ന് വളരെ വിഭിന്നമല്ല, ഫിസിക്കാലിറ്റിയോട് വളരെ ഇന്റഗ്രേറ്റഡ് ആണ്. ഈ ഒരു ചിന്ത പ്രകൃതിയിൽ മുഴുവനുമായിട്ടും ആവിഷ്കരിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് ചിന്തിക്കുന്നു. ഒരു ചെറിയ ഒരു പാർട്ടിക്കിളിൽ പോലും അതിന്റെ ഒരു മെന്റാലിറ്റി ആൻഡ് ഫിസിക്കാലിറ്റി, ആ ഒരു ആസ്പെക്ട് ആവിഷ്കരിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് ചിന്തിക്കുന്നു. പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, നമുക്കാണ് സബ്ജക്റ്റിവിറ്റി എന്ന് പറയാറുണ്ട്. I'm a thinking subject, I'm a thinking person, I'm a thinking self. എന്നാൽ ആ സെൽഫ് എന്നുള്ളതിനെ വളരെ വ്യത്യസ്തമായിട്ടാണ് പോസ്റ്റ് മോഡേൺ വേൾഡ് ആവിഷ്കരിച്ചിരിക്കുന്നത് എന്ന് നമുക്കറിയാം. ഒരുപക്ഷെ മോഡേണിറ്റിയിലെ സെൽഫിനെ കണ്ടത് അതൊരു മാറ്റപ്പെടാത്ത എസൻസ് ആയിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ, പോസ്റ്റ് മോഡേൺ വേൾഡിൽ സെൽഫ് എന്ന് പറയുന്നത് തന്നെ പ്രകൃതിയോടും മറ്റുള്ള എല്ലാ ബന്ധങ്ങളിലും രൂപപ്പെട്ടു വരുന്ന ഒന്നാണ് സെൽഫ്. സെൽഫ് എപ്പോഴും ആവിഷ്കരിക്കപ്പെടുന്നതാണ്. ആളത്വം എല്ലായ്പ്പോഴും ആവിഷ്കരിക്കപ്പെടുന്നതാണ്. അത് ശരീരത്തോടും പ്രകൃതിയോടും എല്ലാത്തിനോടുള്ള ബന്ധത്തിലാണ് ഈ സെൽഫ് ആവിഷ്കരിക്കപ്പെടുന്നത്. സോ ഇതിന്റെ സബ്ജക്റ്റിവിറ്റി എന്ന് പറയുന്നത് ഹ്യൂമാനിറ്റിയിൽ മാത്രമല്ല, പ്രകൃതിയിൽ എല്ലായിടങ്ങളിലും ഒരു ചെറിയ അളവിലെങ്കിലും അതിന്റെ സബ്ജക്റ്റിവിറ്റി കാണാനായിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ ഈ റിസീവിംഗ് ആൻഡ് റെസ്പോണ്ടിങ് ഇമ്പൾസസ് എപ്പോഴും പ്രകൃതിയുടെ ഉള്ളിലുണ്ട്, മനുഷ്യനിലുമുണ്ട്. അതുകൊണ്ട് മനുഷ്യനെ വളരെ ഡ്രാസ്റ്റിക്കലി ഒരു ഡിഫറെന്റ് എൻറ്റിറ്റി ആയിട്ട് പ്രകൃതിയിൽ നിന്നും മാറ്റി മനുഷ്യനെ കാണാനായിട്ട് സാധ്യമല്ല എന്ന് പറയുന്നത്. അതുകൊണ്ട് മനുഷ്യനും പ്രപഞ്ചവുമുള്ള ബന്ധം വളരെ വളരെ അടുപ്പമാണ്. മനുഷ്യനും പ്രകൃതിയും വളരെ ഉൾച്ചേർന്നിരിക്കുന്നു. നമ്മുടെ ശരീരം എംബോഡീഡ് ആണ് എന്ന് പറയുമ്പോൾ ഈ എംബോഡീഡ് സെൽഫ് ശരീരത്തിൽ യഥാർത്ഥമായിട്ടും പ്രകൃതിയിൽ തന്നെ എംബോഡീഡ് ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും.
അതുകൊണ്ട് ഇത് തമ്മിൽ വ്യത്യസ്തതകളൊന്നും നമ്മൾ പറയാൻ പറ്റത്തില്ല എന്നുള്ളതല്ല. there are differences. ഹ്യൂമാനിറ്റിയിൽ അതിന് ഡിഫറൻസ് ഉണ്ട്, പ്രകൃതിയിൽ അതിന് ഓരോന്നിൻ്റെയും ഡിഫറൻസസ് ഉണ്ട്, അതിന് വ്യത്യസ്തമായിട്ടുള്ള വാല്യുവേഷൻസ് ഉണ്ട്. എന്നാൽ ഈ വാല്യുവേഷൻസ് എപ്പോഴും കണ്ടിന്യൂസ് ആണ്, അതിനെപ്പോഴും ഒരു തുടർച്ചയുണ്ട്. വളരെ റാഡിക്കലി ഡിഫറെൻ്റ് ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധ്യമല്ല എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ വിശ്വാസത്തിൻ്റെ ആവിഷ്കാരങ്ങൾ വളരെയേറെ ഇക്കോളജിക്കലായിട്ട്, ഇക്കോളജിക്കൽ ഡോക്ട്രിൻസ്, ഇക്കോളജിക്കൽ തിങ്കിങ്, ഇക്കോളജിക്കൽ ഫെയ്ത്ത് വളരെയേറെ ഉണ്ടാകേണ്ടിയ ഒരു സമയമാണ്. ഒരു പക്ഷെങ്കിൽ നമ്മൾ ഈ കഴിഞ്ഞ 300 വർഷങ്ങൾ 400 വർഷങ്ങൾ രൂപപ്പെടുത്തിയതാണ്, അല്ലെങ്കിൽ കഴിഞ്ഞ 200 വർഷങ്ങൾ രൂപപ്പെടുത്തിയെടുത്തതായിട്ടുള്ള ധാരാളം വിശ്വാസത്തിന്റെ ആവിഷ്കാരങ്ങൾ, ഡോക്ട്രിൻസ് വളരെയേറെ മാറ്റി എഴുതപ്പെടേണ്ട ഒരു സമയം ആണ് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ വിചാരായിട്ട് ഈ ഒരു സംരംഭം വളരെയേറെ പ്രാധാന്യം അറിയിക്കുന്ന ഒന്നാണ്. ഹൊറൈസൺസ് ഓഫ് ഫെയ്ത്ത്, ഒരു ഹ്യൂമൻ ഹൊറൈസണിൽ നിന്ന് മാറിയിട്ട് ഈ ഫെയ്ത്ത് ഈ പ്രപഞ്ചം മുഴുവനെയും ഉൾക്കൊള്ളുന്ന ഒരു വിശ്വാസത്തിന്റെ ആവിഷ്കാരത്തിലേക്ക് ചെല്ലേണ്ട ആവശ്യം എത്ര വലിയതാണ്. ഈ കണക്റ്റഡ്നെസ് ഇന്ന് വളരെ വലിയതാണ് എന്ന് നമുക്ക് കാണിക്കാനായിട്ട് സാധിക്കും. അങ്ങനെയാണ് ദൈവത്തിന്റെ സൃഷ്ടിയെ മുഴുവനും നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കും. ഈ മോഡേണിറ്റിയെ ഉൾക്കൊള്ളുന്ന ഒരു വ്യക്തിക്ക്, മോഡേണിറ്റി ഉൾക്കൊള്ളുന്ന ഒരു കമ്മ്യൂണിറ്റിക്ക് ഫെയ്ത്തിന്റെ ബൈബിൾ നമ്മൾ വായിക്കുമ്പോൾ അതിനെ മുഴുവൻ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ വളരെ വളരെ ബുദ്ധിമുട്ടുണ്ടാകും. ഞാൻ BD വിദ്യാർത്ഥിയായിട്ട് പഠിക്കുന്ന സമയം ഞാൻ ഓർക്കുന്നുണ്ട്. 1972 to 1975 സലാംപൂരിലാണ് ഞാൻ പഠിച്ചത്. അന്ന് ഞങ്ങളുടെ മുഴുവൻ ഈ എംഫസിസ് എന്ന് പറയുന്നത് സെക്കുലർ എന്നാണ്. ഞങ്ങൾക്ക് കിട്ടിയ, ഞാൻ എൻ്റെ വിദ്യാർത്ഥികളോട് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്ക് ലഭിച്ചതായിട്ടുള്ള ഒരു വലിയ തിയോളജിക്കൽ ഓറിയന്റേഷൻ എന്ന് പറയുന്നത് സെക്കുലർ, ബോണാഫിന്റെ റിലിജിയൻലെസ് ക്രിസ്ത്യാനിറ്റി, ഹാർവി കോക്സിന്റെ സെക്കുലർ സിറ്റി എന്ന് പറയുന്ന ചിന്തകൾ. ഞങ്ങൾക്ക് ലഭിച്ചതായിട്ടുള്ള ഒരു പ്രാക്ടിക്കൽ എക്സ്പോഷർ എന്ന് പറയുന്നത് ദുർഗാപൂരിലുണ്ടായിരുന്നതായിട്ടുള്ള എക്യുമെനിക്കൽ ഇൻഡസ്ട്രിയൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ്. ദുർഗാപൂർ ഒരു ഇൻഡസ്ട്രിയൽ സിറ്റി. ഞങ്ങൾക്ക് കിട്ടിയ ഓറിയന്റേഷൻ ഇങ്ങനെയാണ്: ട്രഡീഷണൽ ക്രിസ്ത്യൻ ഫെയ്ത്തിന് ഒരു സെക്കുലർ ഇൻഡസ്ട്രിയൽ സിറ്റിയെ അഡ്രസ് ചെയ്യാനായിട്ട് ഒട്ടും പറ്റത്തില്ല. ദാറ്റ് ഈസ് ഇൻസഫിഷ്യന്റ്. അതുകൊണ്ട് ഫെയ്ത്ത് എല്ലാം സെക്കുലറൈസ്ഡ് ആകണം. അപ്പോൾ അന്ന് ഞങ്ങൾക്ക് ട്രെയിനിങ് തന്നതായിട്ടുള്ള, ഞാൻ ഇന്നും അദ്ദേഹത്തിന്റെ പേര് ഓർക്കുന്നുണ്ട്. അദ്ദേഹം പറയും, "The Lord is my shepherd, I shall not want." ഈ സാം കൊണ്ട് എന്താണ് ലോകത്തോട് പറയാനായിട്ടുള്ളത്? ദുർഗാപൂർ സിറ്റി സ്റ്റീൽ പ്ലാന്റും ദുർഗാപൂർ പ്രോജക്ട്സും അങ്ങനെ ഏതാണ്ട് 10-40 ഇൻഡസ്ട്രീസ് കിടക്കുന്ന ആ ഒരു സെക്കുലർ എൻവയൺമെന്റിൽ "The Lord is my shepherd" എന്ന് പറയുന്നതിനും മനോഹരമായിട്ടുള്ള "He leads me beside still waters" അങ്ങനെ പറയുന്ന ഒരു ഇമേജ് എനിക്ക് യാതൊരു സ്ഥാനവുമില്ല. അതുകൊണ്ട് അന്ന് ഞങ്ങളെ പഠിപ്പിച്ച പാട്ടുകളൊക്കെ എനിക്ക് ഓർക്കുന്നുണ്ട്. "God of pylon, God of steel, God of piston and of wheel." അങ്ങനെയുള്ള പാട്ടുകൾക്കാണ് വളരെ പ്രാധാന്യമുണ്ട്. അപ്പോൾ മുഴുവൻ സെക്കുലാരിറ്റിയെ എംബ്രേസ് ചെയ്യുന്നതായിട്ടുള്ള ഒരു കൾച്ചർ, ഒരു ക്രിസ്ത്യൻ ഫെയ്ത്ത് അങ്ങനെ ഉണ്ടാകണം എന്ന് പറഞ്ഞ് പഠിപ്പിച്ച നാളുകൾ. എൻ്റെ മനസ്സിലുണ്ടായിരുന്ന വലിയ സംഘർഷം, ഞാൻ കുർബാനയ്ക്ക് പോകുമ്പോൾ കുർബാനയിൽ ഒരു സദനമുണ്ട്: "നിന്റെ മുൻപാകെ ഞാൻ നിന്റെ സകല സൃഷ്ടിക്കും മോചനം യാചിക്കുന്നു." ഇസ്രായേലിലെ പ്രാർത്ഥനയാണ്, "നിന്റെ സകല സൃഷ്ടിക്കും മോചനം യാചിക്കുന്നു." ഞാൻ പഠിച്ച തിയോളജി മുഴുവനും സെക്കുലർ വേൾഡിനെയും ഇൻഡസ്ട്രിയെയും എല്ലാം എംബ്രേസ് ചെയ്യുന്ന ഒരു തിയോളജി. ഞാൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, "ദൈവമേ, നിന്റെ മുൻപാകെ ഞാൻ നിന്നെ സകല സൃഷ്ടിക്കും മോചനം യാചിക്കുന്നു." ഈ സകല സൃഷ്ടിയും പ്രാധാന്യം എന്താണ്? എന്റെ തിയോളജിക്കൽ ട്രെയിനിങ് ആ സകല സൃഷ്ടിയും പ്രാധാന്യം എടുത്തു കളഞ്ഞ ഒന്നായിരുന്നു. ചരിത്രത്തിനാണ്, ഇൻഡസ്ട്രിക്കാണ്, സെക്കുലാരിറ്റിക്കാണ് വളരെ പ്രാധാന്യം എന്ന് പറഞ്ഞ് പഠിപ്പിച്ച സ്ഥാനത്ത് ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് നിന്ന് ഓർക്കുകയാണ്, "Why do I include all creation in my prayer?"
in this prayer. അവിടെയാണ് തിയോളജിയിൽ നിന്ന് റീതിങ്ക് ചെയ്യേണ്ടി വന്നത്. എൻ്റെ ഒരു റീസർച്ചിങ് ആയിരുന്നു. അവിടെയാണ് ഞാൻ ഈസ്റ്റേൺ ക്രിസ്ത്യൻ ഫെയ്ത്തിനെ കണ്ടെത്താനായിട്ട് ഇടയായത്. അങ്ങനെയുള്ള ഒരു സെർച്ചിൻ്റെ ഒരു ബേസിസിൽ ഈസ്റ്റേൺ ക്രിസ്ത്യൻ ഫെയ്ത്ത് എനിക്ക് വളരെയേറെ അർത്ഥം നൽകാനായിട്ട് ഇടയായി. എങ്ങനെയാണ് ദൈവത്തിന്റെ സൃഷ്ടിയും ദൈവവും പ്രപഞ്ചവും മനുഷ്യ ശരീരവും പ്രകൃതിയും എല്ലാം കോർത്തിണക്കപ്പെട്ടിരിക്കുന്നത്. അവിടെയാണ് ഐറേനിയസും ഗ്രെഗറി ഓഫ് നിസായും ഒക്കെ വളരെ വളരെ പ്രാധാന്യം നിറഞ്ഞ അനുഭവങ്ങളായി തീർന്നത്. ഇന്നിവിടെ ആദ്യമേ പറഞ്ഞ സമയത്ത് പാവനോക്കി സാർ പറയുകയുണ്ടായി, മനുഷ്യ സാദൃശ്യത്തിൽ, ദൈവത്തിന്റെ സാദൃശ്യത്തിൽ ഇമേജ് ആൻഡ് ലൈക്ക്നെസ്. ആ ലൈക്ക്നെസ് നമ്മൾ അറ്റൈൻ ചെയ്യേണ്ടതാണ്. ഇതൊക്കെയും ഈസ്റ്റേൺ ക്രിസ്ത്യൻ ഫെയ്ത്തിന്റെ ഒരു വലിയ മനോഹരമായിട്ടുള്ള ആവിഷ്കാരങ്ങളാണ്. ഇതെല്ലാം കെ ജോർജ് കഴിഞ്ഞ ക്ലാസ്സിലും ഈ ക്ലാസ്സിലുമായിട്ട് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഈ ഒരു ഹൊറൈസൺസ് ഓഫ് ഫെയ്ത്ത് സെർച്ച് ചെയ്യുന്നതിനോട് എനിക്ക് പറയാനായിട്ടുള്ളത്, ഒത്തിരിയും ഒരു സെർച്ചിലൂടെയാണ്, ഒത്തിരിയും ഒരു 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 സ്ട്രഗിളിലൂടെയാണ് ഒരു പക്ഷേ കഴിഞ്ഞ 3 ഡെക്കേഡ് തിയോളജിക്കൽ വേൾഡ് കടന്നുപോയത്. ആ ഒരു വലിയ സ്ട്രഗിളിന്റെയും ഒരു വലിയ സെർച്ചിന്റെ ഒരു ഫലമായിട്ടാണ് ഇന്നൊരു ഇക്കോളജിക്കൽ കണക്ഷൻസ് അഫേം ചെയ്യാനായിട്ട് തിയോളജി വന്നെത്താനായിട്ട് ഇടയായത്. ആ സെർച്ചിൽ തീർച്ചയായിട്ടും ഈസ്റ്റേൺ ക്രിസ്ത്യൻ ഫെയ്ത്ത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. വലിയൊരു സോഴ്സാണ്. അതുപോലെ തന്നെ നമുക്ക് വെസ്റ്റിൽ അച്ഛൻ സാലി മെക്ഫാക് അവരുടേതായിട്ടുള്ള മെറ്റഫോറിക്കൽ തിയോളജി പറഞ്ഞായിരുന്നു. ഈസ്റ്റേൺ ക്രിസ്ത്യൻ ഫെയ്ത്തിലെ ഈ ബോഡിയും അതുപോലെ തന്നെ തേജസ്കരിക്കപ്പെടുന്നതായിട്ടുള്ള ശരീരവും എത്ര ബന്ധപ്പെട്ട് കിടക്കുന്നു. ഈ ശരീരവും ഈ പ്രകൃതിയും തൂണിനെ കെട്ടിപ്പിടിക്കുന്നത്, അല്ലെങ്കിൽ ഹഡിലിംഗ് ടുഗദർ, ഇതെല്ലാം തന്നെ എത്ര നമ്മുടെ സോളിഡാരിറ്റി വിത്ത് നേച്ചർ, സോളിഡാരിറ്റി വിത്ത് വൺ അനദർ. ലിബറേഷൻ തിയോളജി സോളിഡാരിറ്റി വിത്ത് വൺ അനദർ പറയുമ്പോൾ നമുക്ക് ഇന്ന് ഇക്കോളജിക്കൽ തിയോളജി സോളിഡാരിറ്റി വിത്ത് ഓൾ നേച്ചർ ആൻഡ് കോസ്മോസ്. അതാണ് നമുക്ക് നൽകുന്നതായിട്ടുള്ള വലിയ ഒരു ദർശനം എന്ന് പറയുന്നത്. അപ്പോൾ ഈ വലിയ പ്രപഞ്ചത്തിന്റെ ഉള്ളിൽ നമ്മളോടൊപ്പം ചിന്തിക്കുകയും നമ്മളോടൊപ്പം റെസ്പോണ്ട് ചെയ്യുകയും നമ്മളോടൊപ്പം റിസീവ് ചെയ്യുകയും ചെയ്യുന്ന ഈ ഒരു പ്രപഞ്ച യാഥാർത്ഥ്യത്തിന്റെ ഉള്ളിലാണ് നമ്മൾ നിലനിൽക്കുന്നത്. ദൈവം ഈ പ്രപഞ്ചത്തിൽ നൽകിയ വലിയൊരു പൊട്ടൻഷ്യലാണ്, വലിയ ക്രിയേറ്റീവ് പൊട്ടൻഷ്യലാണ് അതിൻ്റെ ഉള്ളിൽ നമ്മൾ സ്ഥിതി ചെയ്യുന്നത്. ഈ ശരീരം ലോകത്തോട് ബന്ധപ്പെട്ടിരിക്കുന്നു, ഈ ശരീരം ദൈവത്തോട് ബന്ധപ്പെട്ടിരിക്കുന്നു. അതിൻ്റെയൊക്കെ ആ ഒരു അതിൻ്റെ ആഴങ്ങൾ നമ്മൾ കാണുക, അറിയുക എന്ന് പറയുന്നത് വലിയ പരിശ്രമമാണ്. അല്പസ്വല്പമെങ്കിലും പറയാനായിട്ടും അല്പസ്വല്പമെങ്കിലും ആർട്ടിക്കുലേറ്റ് ചെയ്യാനായിട്ടും പറയാനായിട്ടും ഒക്കെ സാധിച്ചതെങ്കിൽ നന്നായിരുന്നു. ബഹുമാനപ്പെട്ട അച്ഛൻ്റെ പേപ്പർ, അതിലേക്ക് തനി പേപ്പർ ഒന്ന് ഓടിച്ചു നോക്കി. വളരെ നല്ല പേപ്പർ. അത് നമുക്ക് തീർച്ചയായിട്ടും ഒരു ബേസിക് ഒരു പേപ്പറായിട്ട്, ഒരു റിസോഴ്സായിട്ട് നമുക്ക് ലഭിക്കാനായിട്ട് ഇടയാകട്ടെ. ഈ ക്ലാസ്സുകൾക്കും ബഹുമാനപ്പെട്ട അച്ഛൻ്റെ നേതൃത്വത്തിനും വിചാരണയ്ക്കും എല്ലാ ആശംസകളും നൽകുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. പ്രിയപ്പെട്ട പാവനോക്കി സാറിനോട് നന്ദി പറയുന്നു. എല്ലാവരോടും കൃതജ്ഞത. പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട കെ ജോർജിനോടും കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് ഒരു വാക്കുകളിലേക്ക് ഉപസംഹരിക്കുന്നു. നമ്മുടെ എല്ലാവരുടെയും ഹൃദയം നിറഞ്ഞ നന്ദി. ഇനിയും ഈ അച്ഛൻ്റെ പ്രബന്ധത്തോടുള്ള പ്രതികരണത്തിനുള്ള സമയമാണ്. ഉച്ച കഴിഞ്ഞ് മറ്റ് 2 പേപ്പറുകൾ എടുക്കുന്നതുകൊണ്ട് ഒരു പക്ഷേ ഈ സമയം മാത്രം നമുക്ക് 1 മണി വരെ പോകണം. സംശയങ്ങൾ ചോദിക്കാനുള്ളവർക്ക്, അഭിപ്രായം അവതരിപ്പിക്കാനുള്ളവർക്ക്, പ്രതികരണങ്ങൾ അറിയിക്കാനുള്ളവർക്ക് അതിനുള്ള അവസരമാണ്. ഇത് വളരെ ഫോർമൽ ഒരു ക്ലാസ് റൂമിൻ്റെ അറ്റ്മോസ്ഫിയറിൽ നിന്ന് മാറി നമ്മളെല്ലാവരും ഒന്നിച്ച് ഒരു പര്യവേക്ഷണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു എന്നുള്ള ചിന്തയോടുകൂടി മുഴുവനായി പങ്കെടുക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ഒരു പക്ഷേ പൂർവ്വം ചിലർ കഴിഞ്ഞ സെഷനിൽ ഇല്ലാതിരുന്നവരുണ്ട്. അവർക്ക് അതിന് മുൻപുള്ള സെഷനെ കുറിച്ചും ഉള്ള ചോദ്യങ്ങൾ ഉന്നയിക്കാനുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നടത്താനുള്ള സമയമാണ്. അതിനു മുമ്പ് ഇതുവരെയും ഈ 2 സെഷനിൽ പങ്കെടുത്തവരും ഒരുപക്ഷെ പങ്കെടുക്കാൻ സാധിക്കാതെ ഇതിനകത്ത് താല്പര്യമുള്ളവരുടെയും അഡ്രസ്സും പേരും ഫോൺ നമ്പറും ഇമെയിലും എല്ലാം ഞങ്ങൾ ഒന്നിച്ചാക്കിയിട്ടുണ്ട്. ഇതിവിടെ സർക്കുലേറ്റ് ചെയ്യാം. നിങ്ങളുടെ പേര് ആൽഫബറ്റിക്കൽ ഓർഡറിലാണ്.
നിങ്ങളുടെ പേര് ഇതിനകത്തില്ലെങ്കിൽ തീർച്ചയായിട്ടും ബാക്കി ഏതെങ്കിലും സ്ഥലത്ത് പേരും പൂർണ്ണമായ മേൽവിലാസവും ഫോൺ നമ്പറും ഇമെയിൽ ID എഴുതണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പൂർവ്വം ചിലരെങ്കിലും ഉച്ചകഴിഞ്ഞ് കാണുകയില്ലെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ സമയത്ത് തന്നെ ഇത് സർക്കുലേറ്റ് ചെയ്തത്. സെഷനെ ബാധിക്കാത്ത വിധത്തിൽ ഓരോ നഷ്ടപ്പെടാത്ത വിധത്തിൽ ഇത് അതേസമയത്ത് വളരെ അത്യാവശ്യമായതുകൊണ്ട് ഞങ്ങൾ മനസ്സിലാക്കുന്ന അപൂർവം ചിലർക്കെങ്കിലും ഞങ്ങളുടെ കറസ്പോണ്ടൻസ് ലഭിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കുന്നത്. അതുകൊണ്ടുകൂടിയാണ് പ്രത്യേകം ഉച്ചയ്ക്ക് മുൻപ് തന്നെ ഇത് 2 സെറ്റുണ്ട്. അതുകൊണ്ട് ഉച്ചയ്ക്ക് മുൻപ് തന്നെ ഇത് പൂർത്തിയാക്കി തിരിച്ചേരണം. ക്ഷമിക്കണം. ഇത്തരത്ത് പറഞ്ഞാൽ ശ്രദ്ധിക്കുമല്ലോ. ഞങ്ങൾ കോപ്പി എടുത്തുകൊണ്ട് വന്ന അതിനകത്ത് ടൈപ്പോഗ്രാഫിക്കൽ എറേഴ്സ് പലതുണ്ട്. അതുകൊണ്ട് അത് പുറത്ത് കാണിക്കരുത്. പക്ഷെ പുതിയ കോപ്പി എടുത്തുകൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും ഓരോ കോപ്പി കിട്ടത്തക്ക ആവശ്യത്തിന് കോപ്പികൾ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ആ കോപ്പി വേണം നിങ്ങൾ എടുത്തുകൊണ്ട് പോകാനെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുക. ഇത് ഈ ടൈം വളരെ ഇൻഫോർമലാണ്. ഇൻഫോർമൽ എന്ന് വെച്ചാൽ കാഷ്വൽ എന്നുള്ള അർത്ഥത്തിലല്ല, ആഴത്തിലുള്ള അന്വേഷണത്തിൻ്റെ സമയമാണ്. അതുകൊണ്ട് പൂർണ്ണമായിട്ട് നിങ്ങൾ അതിനകത്ത് ഈ സമയം പ്രയോജനപ്പെടുത്തണമെന്ന് ഫോർമാറ്റ് കുഴപ്പമുണ്ടാക്കില്ല. ക്ലാസ് റൂമിലാകുമ്പോൾ ഒരാൾ പറയുകയും മറ്റുള്ളവർ പാസീവായിട്ട്. ഞാൻ കഴിഞ്ഞ വർഷം ഒരു എക്സ്പെരിമെന്റ് തുടങ്ങി. എനിക്കും വരുന്ന MTH വിദ്യാർത്ഥികൾക്കും ഹൃദ്യമായിട്ടാണ് അനുഭവപ്പെടുന്നത്. MTHന്റെ ക്ലാസ് പണ്ട് എവിടെയാണ് നടത്തിക്കൊണ്ടത്? ഞാൻ എൻ്റെ ക്ലാസ് ഇപ്പം വീട്ടിലാണ്. വീട് ഞാൻ മാത്രമേ ഉള്ളതുകൊണ്ട് വീട് മുഴുവൻ ഉപയോഗിക്കാം. അപ്പം ഞങ്ങളവിടെ അടുക്കളയിലും വീടിൻ്റെ മുറ്റത്തും വീടിനകത്തും ഒക്കെ ആയിട്ടാണ് ക്ലാസ്സുകളും ഉണ്ട്. അപ്പം അതിന് ആദ്യമൊക്കെ വിദ്യാർത്ഥികൾക്ക് ഒരു ശകലം ഒരു എംബാരസ്മെന്റ് ഉണ്ടായിരുന്നു. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ അതൊക്കെ മാറി. അതായിരിക്കും പ്രത്യേകിച്ച് ഒരു മാസ്റ്റേഴ്സ് ലെവലിലൊക്കെ ഇല്ല. ഇവിടെയുള്ളത് നമ്മൾ കൊച്ചുകുട്ടികളല്ല, ഒരു ഫ്രണ്ട്ലി ഡിസ്കഷൻ, വെരി ഇൻഫോർമൽ ഡിസ്കഷനാണ് കുറേ കൂടെ നല്ലതാണ്. ആ രീതിയിൽ എടുത്താൽ മതി. അച്ഛൻ്റെ പേപ്പർ പ്രസന്റേഷൻ അതുപോലെ തന്നെ ഇതിൻ്റെ പ്രബന്ധം വളരെ ആഴമുള്ളതായിരുന്നു. ഒത്തിരി കടപ്പാടുണ്ട്. ഞാൻ അച്ഛൻ്റെ ടോക്കൊക്കെ പലയിടത്തും കേട്ടിട്ടുണ്ട്. ഇന്ന് ഈ ബോഡിയുടെ വിശാലമായ ഒരു അർത്ഥത്തിലാണ് നമ്മൾ ബോഡീനെ കണ്ടതും നമ്മുടെ ഒരു സ്പിരിച്വാലിറ്റിയും. ഞാൻ അതിനകത്ത് ഒരു കാര്യം മാത്രം പറയാനാണ്. പ്രത്യേകിച്ച് ഈ പേപ്പറിലും അച്ഛൻ പറഞ്ഞപ്പോഴും ന്യൂ ഏജ് ചേർച്ചസിനെ പറ്റി ഒരു മെൻഷൻ വി ഡിഡ് ദാറ്റ്. അതിൽ ആ മെൻഷൻ തന്നെ ആ വി ഡ്രോയിങ് ലൈൻസ് എന്നുള്ളത് ദാറ്റ് ഇസ് എ ഡിഫറെന്റ് ക്വസ്റ്റ്യൻ. എന്നാൽ ഞാൻ അവിടേക്ക് പോകുന്നില്ല. എൻ്റെ ഒരു ഇത് അപ്പോൾ അവരുടെ ഒരു പ്രത്യേകിച്ച് അവരുടെ ഒരു എക്ലീസിയയുടെ അവരുടെ ഒരു വിഷൻ പക്ഷേ സെക്ടേറിയൻ ആണ്, പെറോക്കിയൽ ആണെന്നൊക്കെ ഉള്ളൊരു സൂചന. എനിക്ക് തോന്നുന്നു ട്രഡീഷണൽ ചർച്ചസോളം പെറോക്കിയലായ വേറൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ ഒരു ചർച്ച് ഇല്ലെന്നാണ് എൻ്റെ ഒരു. നമ്മുടെ തന്നെ സഭകൾ എടുത്ത് നോക്കുമ്പോൾ പ്രത്യേകിച്ച് അച്ഛൻ തന്നെ അതിന്റെ സൂചന നൽകി. wherever there is hierarchy, if you are into hierarchy then you are tangled up, you are gone. എത്ര അങ്ങനെയാണെങ്കിൽ നമ്മുടെയൊക്കെ ട്രഡീഷണൽ ചേർച്ചസ് how far have we fallen? I mean, what more can we do? നമ്മൾ എന്തോരം ചെയ്യും? how much should we extend our borders to reach to that ecclesia of Christ? പിന്നെ എനിക്ക് തോന്നുന്നൊരു മോഡേണിസ്റ്റ് ചിന്തയിൽ നിന്നുണ്ടായതാണ് ഒരു പ്രോഫിറ്റ്. ഐ ക്യാൻ അബ്യൂസ് യുവർ ബോഡി ഫോർ മൈ പ്ലെഷർ. എനിക്കൊരു കുന്ന് അടിച്ച് JCB ഇട്ട് നിരത്താം, കാരണം എനിക്കൊരു ബിൽഡിംഗ് പണിയണം, ഫോർ മൈ പ്രോഫിറ്റ്. അതൊരു മോഡേണിസ്റ്റ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷനിൽ നിന്നുണ്ടായ ഒരു മോഡേൺ. അത് പ്രൊട്ടസ്റ്റാന്റിനിസം അതിൻ്റെ അകത്തുണ്ട്. യു കെൻ ഡു വാട്ട് എവർ യു വാണ്ട് ആസ് ഗോഡ് ഇസ് ബ്ലെസ്സിങ് യു എന്നുള്ള ചിന്ത.
ഒരു വെസ്റ്റേൺ ചിന്തയാണ്. അത് പലപ്പോഴും നമ്മുടെ ഉള്ളിലും നമ്മുടെ സഭകളിലും ഒക്കെ അത് വന്നിട്ടുണ്ട്. അതിൻ്റെ എതിരെയുള്ള ഒരു പ്രതികരണം കൂടിയായിരുന്നു അച്ഛൻ്റെ ഇത്. അച്ഛനെ ഹൃദയം അങ്ങനെ എൻ്റെ ഒരു എളിയ ഹംബിൾ അപ്രീസിയേഷൻ ഞാൻ അറിയിക്കുന്നു. ഈ ന്യൂ ജനറേഷൻ ചർച്ചസിനെ കുറിച്ച് ഞാൻ അപ്രീസിയേഷനുണ്ട് ക്രിറ്റിസിസും രണ്ടും കൂടെ ചേർത്താണ് പറയുന്നത്. ഞാൻ ജഡ്ജ് ചെയ്യുന്നത് കാരണം എനിക്ക് അത്ര വലിയ എക്സ്പീരിയൻസ് ഇല്ല. കുറേയൊക്കെ ഇങ്ങനെ അറിഞ്ഞും കേട്ടും ചില സുഹൃത്തുക്കളുമായിട്ട് സംസാരിച്ചുള്ള അറിവുള്ളൂ. പക്ഷേ യു ക്യാൻ ഓൾസോ bring in some of the positive things which you experience. I will be very grateful for that. സമൂഹത്തെ പറ്റി മനുഷ്യ സമൂഹത്തെക്കുറിച്ചുള്ള വലിയൊരു അഴകേറിയ ദർശനം എൻ്റെ ഈ മാസത്തിൽ വളരെ കാര്യമായ രീതിയിൽ അത് സ്പർശിക്കുന്നു. പക്ഷേ പോലെ പലപ്പോഴും ഈ നമ്മുടെ സഭകളെ തന്നെ ഈ വലിയൊരു വിശാലമായ പ്രപഞ്ചാന്വേഷണത്തിൻ്റെ തടസ്സമാണ് ഒരു വലിയ പ്രശ്നം. പിന്നെ ഈ ന്യൂജനറേഷൻ ചർച്ചകളുള്ള പരാമർശം അതൊരു പാസ്റ്റർ കെയറിങ് നമ്മൾ ഈ മുഖ്യധാര സഭകൾക്ക് നഷ്ടപ്പെട്ടു. ഇവരുടെ വലിയൊരു ഗുണവിശേഷം ഒരു കെയറിങ്, മനുഷ്യനോടുള്ള ഒരു പേഴ്സണൽ കെയറിങ് വളരെ കാര്യമായിട്ടുണ്ടാകും. അവരുടെ പ്രാർത്ഥനയും മറ്റു കാര്യങ്ങളെല്ലാം വലിയ ആഘോഷമായിട്ട് വലിയ ആയിട്ട് മാറ്റുന്നതിനോടൊപ്പം തന്നെ മനുഷ്യന് നമ്മളൊരു കെയറിങ് ഉണ്ടാകും. പക്ഷെ നമ്മുടെ പല അച്ഛന്മാർക്കും ഒരു നല്ലൊരു പാസ്റ്റർ കെയറിങ് സഭാ ജനങ്ങളോട് നടത്താനാണ് സാധിക്കുന്നത്. ആ ഒരു വലിയ എനിക്കും വളരെ ശരിയായിട്ട് തോന്നുന്നുണ്ട്. ഈ ആളുകൾ കൂടുതൽ അട്രാക്റ്റഡ് ആകുന്നതിൻ്റെ കാരണം ഈ പേഴ്സണൽ കെയറാണ്. ഒരു കാര്യം വളരെ വ്യക്തമാണ്, നമുക്ക് എല്ലാവർക്കും ആസ് ഇൻഡിവിജ്വൽസ് വി നീഡ് ആഫർമേഷൻ. അപ്രീസിയേഷൻ ഞാൻ പറയുന്നില്ല, ആഫർമേഷൻ നമ്മുടെ എക്സിസ്റ്റൻസിനെ കുറിച്ച് നമുക്ക് ആവശ്യമാണ്. അത് പലപ്പോഴും നമുക്ക് വേണ്ടത്ര കിട്ടുന്നില്ല. നമ്മുടെ ഹൈറാർക്കിയിൽ ഇപ്പം സ്ത്രീകളെതിരെ എത്രയും സമരങ്ങൾ ഉണ്ടാക്കിയതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മൾ അതിനെ വി ടുക്ക് ഇറ്റ് ഫോർ ഗ്രാൻഡ്. സ്ത്രീകളെ നമ്മൾ ബഹുമാനിക്കാനോ അല്ലെങ്കിൽ അവരുടെ ചെയ്യുന്ന ജോലിയുടെ പ്രാധാന്യത്തെ സമ്മതിച്ചു കൊടുക്കാനോ ഒന്നും പുരുഷന്മാർ പൊതുവെ തയ്യാറായിരുന്നില്ല. അവരുടെ അങ്ങനെ ഒരു പ്രൊട്ടസ്റ്റ് വന്നു. ആ അഫർമേഷൻ ഈവൻ അറ്റ് ദി ഇൻഡിവിജ്വൽ ലെവൽ ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് മൃഗങ്ങൾക്ക് പോലും ആവശ്യമാണ്. അത് കൊടുക്കുന്ന സ്ഥലങ്ങളിലെ ആളുകൾ കൂടുതൽ താല്പര്യം കാണിക്കും. അതുകൊണ്ട് ദാറ്റ് ഈസ് true. As in some of these new churches, new age churches, there is more sense of fellowship and mutual care. Yeah, some shade. Thank you. പറഞ്ഞ ഒരു അച്ഛൻ അഫം ചെയ്ത ഒരു കാര്യം, ഈ നമ്മൾ പള്ളിക്കാർ ദൈവവചനത്തെക്കുറിച്ച് പറയുന്നതിനേക്കാൾ തിയോളജി സംസാരിക്കുന്നതിനേക്കാളും കൂടുതൽ മറ്റ് മീഡിയാസ് അതുപോലുള്ളതൊക്കെ പറയുന്നതെന്ന് പറഞ്ഞാൽ 100% ശരിയായിട്ടുള്ള കാര്യമാണ്. ഒരുപക്ഷെ ആദ്യമായിട്ടാണ് ഒരു വൈദികൻ ഇത് പരസ്യമായിട്ട് പറഞ്ഞ്. അത് വളരെ സന്തോഷമുണ്ട്. അത് അതിനൊരു കാര്യം പറയാം, കാരണം കടവിലിൻ്റെ കവിതകൾ നിങ്ങളോർക്കുക, നിങ്ങളെങ്ങനെ നിങ്ങളായിരുന്നു അതിൻ്റെ അത് ആ ഒരു ഇന്നത്തെ പ്രത്യേകിച്ച് ഇന്നത്തെ പെൺകുട്ടികളെയും സ്ത്രീകളെയും എല്ലാ തരമുള്ള ആളുകളും കൈകൊണ്ടുന്ന ഈ കാലഘട്ടത്തിൽ അവർക്ക് നമ്മൾ കുറുവായിട്ട് പോയി ടെൻഷൻ നിന്ന് പാടേണ്ടതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മളിതൊക്കെ ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻഡ് ആയിട്ട് ഉപയോഗിക്കുന്നത്. പക്ഷേ പഴയകാല സിനിമകൾ എനിക്ക് തോന്നി ഈ ക്ലാസ്മേറ്റ്സ് എന്ന സിനിമ വന്നതിന് ശേഷം ഞങ്ങൾ ഡിഗ്രി കഴിഞ്ഞതിന് 25 വർഷം ഒന്ന് ആഘോഷിച്ചു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങളെല്ലാവരും അത് കൂടി 25 വർഷത്തിന് ശേഷം അപ്പം അന്ന് ഞങ്ങൾ ഫെയർവെല്ലിന് പാടിവിട്ട് ഇനി എന്ത് കാണാൻ നമ്മളോട് പാട്ട് പാടി കഴിഞ്ഞപ്പോൾ അപ്പോൾ ഞാനൊരു അച്ഛനാണെന്ന് എല്ലാവരും പറയും. അപ്പോൾ അന്നെൻ്റെ കൂടെ പഠിച്ചൊരു പെൺകുട്ടി ഇന്നൊരു അച്ഛൻ്റെ ഭാര്യ. അപ്പോൾ ആ പെൺകുട്ടി എന്നോട് വന്നിട്ട് ചോദിച്ചു, ഇതൊക്കെ നമുക്ക് പാടാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു കെയറിങ്ങും ഒരുപക്ഷെങ്കിലും മറ്റുള്ളവരെ ചെയ്യുന്ന ഈ പ്രവൃത്തിയോട് ചേർന്ന് നടക്കാൻ സാധിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഈ ബോഡി, അതായത് നമ്മൾ മറ്റൊന്നും വ്യത്യസ്തമല്ല. പക്ഷേ അതിൻ്റെ ഡിഫറൻസ് എങ്ങനെയാണെന്ന് കാണിച്ചു കൊടുക്കാനായിട്ട് പറ്റും. ഇതുകൊണ്ട് അച്ഛൻ അത് വളരെ നന്നായിട്ട് ഹൈലൈറ്റ് ചെയ്തു എല്ലാ കാര്യങ്ങളും. തീർച്ചയായിട്ടും അവരോട് വലിയ ആദരവും കടപ്പാടും വീണ്ടും അത് പൊതുസദസ്സുകളിൽ പറയാൻ സാധിക്കണം. ഞാൻ അച്ഛൻ പറയുമ്പോൾ ഞങ്ങൾക്ക് കുറച്ച് ധൈര്യമാണ് ഇതുപോലെ പ്രസംഗിക്കാൻ. താങ്ക് യു. ഇവിടെ നമുക്ക് എല്ലാവർക്കും രാവിലെ
കഴിഞ്ഞ 2 പ്രാവശ്യം ഈ മീറ്റിങ്ങിൽ വന്നപ്പോൾ ഇവിടെ കോട്ടയത്ത് തന്നെയാണ് താമസം. ഇന്നിപ്പോൾ ഞാൻ കൊല്ലത്ത് നിന്നാണ്. അപ്പോൾ പുറപ്പെടാൻ നേരത്തെ ഭാര്യ എന്നോട് ചോദിച്ചു, യു ആർ ഗോയിങ് ദർ ജസ്റ്റ് ഫോർ എ മീറ്റിംഗ്? അപ്പോൾ ഒരു മീറ്റിംഗ് പങ്കെടുക്കാൻ വേണ്ടി ഇത്ര ദൂരെ യാത്ര ചെയ്ത് പോകേണ്ട കാര്യം ഉണ്ടോ? അപ്പോൾ എനിക്കറിയുന്നത് എന്താണെന്നോ ഇതിൻ്റെ പ്രാധാന്യം എന്താണെന്നോ ഐ റിയലി റിയലി താങ്ക്ഫുൾ ദാറ്റ് ഐ ആം ഹിയർ. അത്രയും ഗഹനമായ കാര്യങ്ങൾ ആണ് ഇന്ന് എനിക്ക് പഠിക്കാൻ സാധിച്ചതെന്നുള്ളത് എനിക്ക് വളരെ സന്തോഷം. അവിടെ പറഞ്ഞ ആ ഒരു കാര്യമായിട്ട് മറന്നു പോകുന്നതിന് മുമ്പേ ആ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഞാൻ ഈ അടുത്ത കാലത്ത് ഒരു സിനിമ കണ്ടു, ഡേവിഡ് ആൻഡ് ഗോലിയാത്ത്. അതിവിടെ ആരെങ്കിലും കണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്കത് സിനിമ കണ്ടതിൽ എനിക്ക് വലിയ സന്തോഷം തോന്നി. കാരണം നമ്മുടെ ഒരു ബിബ്ലിക്കൽ തീം എടുത്തിട്ട് അതിനെ വളരെ മനോഹരമായിട്ട് അത് വലിയ അത്രയും വളരെ ആഴത്തിൽ അത് പ്രസന്റ് ചെയ്ത് അതിൻ്റെ ഒരു സമകാലിക ജീവിതത്തിൻ്റെ ഒരു എക്സ്പ്രഷൻ അതിനകത്തുനിന്ന് വളരെ മനോഹരമായിട്ട് അത് പ്രസന്റ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ അപ്പുറത്തൊരു തിയോളജിയുടെ ഒന്നും ആവശ്യമില്ലെന്ന് എനിക്ക് തോന്നി. അത് ആ പറഞ്ഞ പോയിന്റുമായിട്ട് വളരെ ബന്ധപ്പെട്ടത്. അത് ഡേവിഡ് ആൻഡ് ഗോലിയാത്ത് കണ്ടില്ലെങ്കിൽ അത് ഒന്ന് കാണാനൊരു ശ്രമം നടത്തുക. ഇനി ഞാൻ നേരത്തെ പറയാൻ വേണ്ടി വിചാരിച്ച കാര്യങ്ങൾ, ഒന്ന്, അച്ഛൻ പറഞ്ഞ പല കാര്യങ്ങളും എനിക്ക് വളരെ വളരെ സന്തോഷം തോന്നി. പുതിയ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. ഒന്ന്, ഹ്യൂമനും ഹ്യൂമസുമായിട്ടുള്ള ബന്ധം എനിക്ക് പുതിയ അറിവാണ്. ഹ്യൂമസ് എന്ന് പറഞ്ഞ മണ്ണാണ് ഹ്യൂമൻ ബീയിങ്ങിൽ ഉണ്ടായി എന്നുള്ളത് എനിക്ക് നേരത്തെ അറിയാവുന്ന കാര്യമായിരുന്നു. ഈ അഡാമയുമായിട്ടുള്ള ബന്ധം. പക്ഷേ ഈ ഹ്യൂമസുമായിട്ടുള്ള ബന്ധം അതൊരു പുതിയ അറിവാണ് എനിക്ക്. താങ്ക് യു വെരി മച്ച്. പിന്നെ അതുപോലെ ഈ ഫ്രാങ്കിൻസെൻസിനെ പറ്റി നമ്മുടെ പള്ളിയിലെല്ലാം കുതിരക്കം പോയിക്കുന്നുണ്ട്. പക്ഷെ ഇത്രയും നാളായിട്ട് അത് ജീവന്റെ പ്രതീകമാണ് എന്നുള്ള അതൊരു പുതിയ അറിവാണ്. ഐ എം റിയലി റിയലി ഗ്ലാഡ് ഐ കേം ഹിയർ ആൻഡ് ലേൺ ദാറ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. കാരണം നമ്മൾ വളരെ ചെറുപ്പം മുതലേ നമ്മൾ ഇതെല്ലാം കുതിരക്കം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. പക്ഷെ ഇതാണ് അതിന്റെ അർത്ഥം എന്നുള്ള ഭയങ്കര വലിയൊരു റെവലേഷനാണ്. അപ്പോൾ അത് വളരെ മീനിങ് ഫുൾ. അല്ല പിന്നെ ഞാൻ ഈ കാലങ്ങളെല്ലാം ഞാൻ ആലോചിച്ചിട്ടുണ്ട്, എന്തുവാ ഈ കുന്തിരിക്കത്തിന്റെ അർത്ഥം? ഈ കുന്തിരിക്കത്തിന്റെ പുക ഇങ്ങനെ മുകളിലോട്ട് പോകുമ്പോൾ നമ്മുടെ പ്രാർത്ഥന പോകുന്നതാണോ അർത്ഥം? ഇങ്ങനെയൊക്കെ ഞാൻ ഇങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ട്. Now it really makes sense. അത് ജീവന്റെ പ്രതീകമാണെന്നുള്ളത് വലിയൊരർത്ഥം. ഇനി അതിനിടയ്ക്കൂടെ പിന്നെ വേറെ പല ഗയ്യ ഹൈപ്പോത്തിസിസൊക്കെ ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ടെങ്കിലും അച്ഛൻ പറഞ്ഞ് മനസ്സിലാക്കിയപ്പോഴാണ് അതിന്റെ റിയൽ ആയിട്ടുള്ള അർത്ഥം എനിക്ക് മനസ്സിലായത്. അതുപോലെ ഒരുപാട് കാര്യങ്ങൾ. ഒരു സംശയം ഞാൻ ചോദിക്കുന്നത് ഈ ബ്രഹ്മാണ്ടം എന്ന് പറയുന്ന വാക്കിനെ പറ്റിയാണ്. അതെനിക്ക് ഹിന്ദുമതത്തെ പറ്റി വേണ്ടത്ര അറിവില്ലാത്തത് കൊണ്ടുള്ള സംശയമാണ്. ഇവിടെ പലർക്കും ഒരു പക്ഷേ ആ സംശയമില്ലായിരിക്കും. ബ്രഹ്മാണ്ടം എന്ന് പറഞ്ഞോ ബിഗ് എഗ്, വലിയ. അപ്പൊ അതിലെ ബ്രഹ്മം എന്നുള്ളത് ഒരു പക്ഷേ ബൃഹത്ത് എന്നുള്ള വാക്കുമായിട്ട് ബന്ധപ്പെടുത്തിയാണ്. ഇപ്പൊ ബൃഹത്തായിട്ടുള്ള മുട്ട, ബൃഹത് ഗ്രേറ്റ്, വലിയ. പക്ഷേ ഈ ബ്രഹ്മം പരബ്രഹ്മം എന്നൊക്കെയുള്ള വാക്കുകളുണ്ടല്ലോ. അപ്പൊ ആ വാക്കുകളും ഇതുമായിട്ട് വല്ല ബന്ധവുമുണ്ടോ എന്നുള്ളത് എൻ്റെ ഒരു സംശയമാണ്. ബ്രഹ്മാണ്ടം എന്ന് പറയുന്ന വാക്കിനോട് ഏതെങ്കിലും തരത്തിൽ പരബ്രഹ്മം, ബ്രഹ്മം എന്നൊക്കെയുള്ള, പരബ്രഹ്മം എന്ന് പറയുന്ന ദൈവത്തെ കുറിക്കുന്ന വാക്കാണ്. അപ്പൊ അതിന് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് അറിയാനുള്ള ഒരു താല്പര്യം. പിന്നെ എനിക്ക് വേറെ 1-2 കാര്യങ്ങൾ നമ്മൾ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തേക്കാവുന്ന 1-2 കാര്യങ്ങളെ പറ്റിയുള്ള എൻ്റെ ഒരു ചിന്ത. ഒന്ന്, ഐ ആം മൈ ബോഡി എന്ന് പറഞ്ഞാൽ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യാവുന്ന ഒരു സ്റ്റേറ്റ്മെന്റാണ്. കാരണം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ ഒരു പേപ്പർ പ്രസന്റ് ചെയ്തായിരുന്നു. അതിനകത്ത് 3 ലോകവീക്ഷണങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞു. ഒരു ലോകവീക്ഷണത്തിന്, ആദ്യത്തെ ലോകവീക്ഷണത്തിന് ഞാൻ പേരിട്ടിരിക്കുന്നത് അതർ വേൾഡ്ലിനെസ്. 2 ലോകങ്ങളുണ്ട്, യുഗലോകവും പരലോകവും. അതാണ് ഒരു ലോകവീക്ഷണം. അടുത്ത ലോകവീക്ഷണം ഇതിന് ഞാൻ പേരിട്ടിരിക്കുന്നത് ദിസ് വേൾഡ്ലിനെസ് എന്നാണ്. അതായത് പരലോകം എന്നൊന്നുമില്ല, നമ്മൾ ഈ കാണുന്ന ലോകം മാത്രമേ ഉള്ളൂ. അതിനാണ് ദിസ് വേൾഡ്ലിനെസ്. ഇത് രണ്ടുമല്ലാതെ ഈ 2 ലോകവീക്ഷണങ്ങൾക്കും ബലഹീനതകളുണ്ട്, കുറവുകളുണ്ട്. ഇത് രണ്ടും പരിഹരിച്ചുകൊണ്ടാണ് 3ാമത്തെ ഒരു ലോകവീക്ഷണം, അതിന് ഞാൻ പേരിട്ടിരിക്കുന്നത് വൺ വേൾഡ്ലിനെസ്, ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു ലോകവീക്ഷണം. അപ്പം അതിലാണ് നമ്മുടെ ഒരു ഒതന്റിക് ആയിട്ടുള്ള ലോകവീക്ഷണം. അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ഐ ഹാവ് എ ബോഡി എന്ന് പറഞ്ഞാൽ എൻ്റെ ബോഡിയും അതിൽ വ്യത്യസ്തമായിട്ടുള്ള ആത്മാവും, അങ്ങനെ ഒരു അതർ വേൾഡ്ലിനെസിന്റെ വീക്ഷണമാണ്. ശരീരവും ആത്മാവും 2ആയിട്ട് നിൽക്കുന്നു. ഈ ബോഡി ടെമ്പററി ആണ്, ഈ ലോകത്തിലേക്ക് മാത്രമുള്ളതാണ്. മരിക്കുമ്പോൾ ഈ ബോഡി എനിക്ക് നഷ്ടപ്പെടുന്നു, ഞാൻ പിന്നെ ആത്മാവാണ്, ആത്മാവ് പറന്ന് പരലോകത്തേക്ക് പോകുന്നു. അതാണ് അതർ വേൾഡ്ലിനെസിലുള്ള ചിന്ത. ഐ ആം ദിസ് ബോഡി എന്ന് പറഞ്ഞാൽ അത് ആ ദിസ് വേൾഡ്ലിനെസ് ആയി പോകാൻ, അങ്ങനെ തെറ്റിദ്ധരിച്ചേക്കാനുള്ള സാധ്യതയുണ്ട്. പറഞ്ഞ് ഞാനെന്ന് പറഞ്ഞാൽ ഈ ബോഡിയാണ്, ഈ ബോഡി മാത്രമേ ഉള്ളൂ എന്ന് ചിന്തിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. പക്ഷെ അതല്ല അച്ഛൻ ഉദ്ദേശിക്കുന്നത് എനിക്കറിയാം. ബോഡി എന്ന് പറയുന്നത് ആത്മാവിനെ ഒന്നും നിഷേധിച്ചുകൊണ്ടല്ല,
ബോഡിക്ക് അതീതമായിട്ടുള്ള മനസ്സിനെയോ ആത്മാവിനെയോ ഒന്നും നിഷേധിച്ചുകൊണ്ടല്ല, ഭൗതികവാദമല്ല. ഞാനെന്ന് പറഞ്ഞാൽ ഈ ബോഡി അല്ല, ഈ ബോഡി എന്ന് പറയുന്നത് എൻ്റെ റെപ്രസെൻറ്റേഷനാണ്. യഥാർത്ഥം ഞാൻ എന്ന് പറഞ്ഞാൽ ഈ ബോഡിയേക്കാൾ വലുതാണ്, പക്ഷെ ഈ ബോഡിയെ മാത്രമേ കാണുന്നുള്ളൂ. അപ്പം ഞാൻ എന്ന് പറഞ്ഞാൽ കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ ഒരു ആസ്പെക്റ്റാണ്. അപ്പം എൻ്റെ മൊത്തം ഞാനിൻ്റെ ഒരു വിസിബിൾ റെപ്രസെൻറ്റേഷൻ മാത്രമാണ് ഈ ബോഡി എന്നുള്ള അർത്ഥത്തിൽ എടുക്കുമ്പോഴാണ് അപ്പോൾ ഐ ആം മൈ ബോഡി എന്നുള്ള സ്റ്റേറ്റ്മെന്റ് തെറ്റിദ്ധാരണയ്ക്കിടയാക്കാം എന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ വേറൊരു കാരണം തെറ്റിദ്ധാരണയ്ക്കിടയാക്കാവുന്ന വേറൊരു കാര്യം ചർച്ചും യൂണിവേഴ്സുമായിട്ടുള്ള ബന്ധം, ചർച്ചും വേൾഡുമായിട്ടുള്ളതാണ്. ക്രിയേഷൻ, ചർച്ചിന്റെ ബോർഡറും ക്രിയേഷന്റെ ബോർഡറും ഒന്ന് തന്നെയാണ് എന്നുള്ള സ്റ്റേറ്റ്മെന്റ് തെറ്റിദ്ധാരണയ്ക്കിടയാക്കാം. അങ്ങനെ പറയുമ്പോഴത്തേക്ക് ഒരു കുഴപ്പം. അങ്ങനെയാണെങ്കിൽ ചർച്ചിന് പകരം ക്രിയേഷൻ എന്ന് പറഞ്ഞുകൂടെ? എന്തിന് ചർച്ച് എന്ന് പറയണം? അത് രണ്ടും ഒന്നാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചർച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ജീസസ് ക്രൈസ്റ്റിന്റെ കണ്ടിന്യൂവേഷനാണ്. ചർച്ച്, ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്, ദ വിസിബിൾ റെപ്രസെന്റേഷൻ ഓഫ് ദ ഇൻവിസിബിൾ ക്രൈസ്റ്റ്. ക്രൈസ്റ്റിന്റെ യേശുക്രിസ്തുവിന്റെ ജോലി കണ്ടിന്യൂ ചെയ്യുന്ന ബോഡി ഓഫ് പീപ്പിൾ ആണ് ക്രൈസ്റ്റ്, ഇത് ചർച്ച്. യേശുക്രിസ്തുവിന്റെ ചെയ്ത കാര്യം എന്താണോ അത് തന്നെ കണ്ടിന്യൂ ചെയ്യുന്ന, യേശുക്രിസ്തു ചെയ്ത അതേ കാര്യം കണ്ടിന്യൂ ചെയ്യുന്ന ബോഡി ഓഫ് പീപ്പിൾ ആണ് ചർച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഏതർത്ഥത്തിലാണ് ചർച്ചിന്റെ ബോർഡർ ക്രിയേഷന്റെ ബോർഡറുമായിട്ട് ഒന്നായിട്ട് നിൽക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണ്. ഈ ചർച്ച് റെപ്രസെന്റ് ചെയ്യുന്നത് ലോകത്തെയാണ്, ദൈവമുമ്പാകെ. ചർച്ച് ദൈവമുമ്പാകെ നിൽക്കുമ്പോൾ, ക്രൈസ്റ്റ് ദൈവമുമ്പാകെ നിൽക്കുമ്പോൾ റെപ്രസെന്റ് ചെയ്യുന്നത് ചർച്ചിനെയാണ്, അല്ലെങ്കിൽ ലോകത്തെയാണ്. ഈ ക്രൈസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്രിസ്ത്യൻ തിയോളജി അനുസരിച്ച് ചർച്ച് ദൈവമുമ്പാകെ ലോകത്തെ റെപ്രസെന്റ് ചെയ്തുകൊണ്ടാണ് ദൈവമുമ്പാകെ. വി ആർ റെപ്രസെന്റിങ് ദ ഹോൾ വേൾഡ്. ആ അർത്ഥത്തിൽ നമ്മുടെ ചർച്ചിന്റെ ബോർഡും ലോകത്തിന്റെ ബോർഡും ഒന്നായി. നിങ്ങൾ ലോകക്കാരാണ്, ഞങ്ങൾ കൂടിയവരാണ് എന്ന് പറഞ്ഞുകൊണ്ടൊരു ഡിമാർക്കേഷൻ നമുക്കില്ല. വി ആർ റിയലി റെപ്രസെന്റിങ് ദ ഹോൾ വേൾഡ് ബിഫോർ. നമ്മൾ അങ്ങനെ ഒരു ഡിമാർക്കേഷൻ നമ്മൾ വയ്ക്കുന്നില്ല എന്നുള്ള അർത്ഥത്തിൽ നിന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വീണ്ടും താങ്ക് യു വെരി മച്ച്. എല്ലാ ശരീരവും ഒരുപോലെയല്ല. മത്സ്യത്തിന്റെ വേറെ, മൃഗത്തിന്റെ വേറെ, മനുഷ്യന്റെ വേറെ, എല്ലാം തമ്മിൽ തേജസ്സിൽ വ്യത്യാസമുണ്ട്. എങ്ങനെയാണ് ആ ഒരു സപ്പോസ്തലന്റെ ആ കാഴ്ചപ്പാടും ഇവിടെ കൊടുക്കുന്നത്? രണ്ടാമത്തത്, കഴിഞ്ഞ ഞായറാഴ്ച പ്രയർ മീറ്റിംഗിൽ ശരീരത്തെക്കുറിച്ച് പ്രസംഗിച്ച കൂട്ടത്തിൽ അത് കഴിഞ്ഞപ്പോൾ ഒരു സംശയം തരുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ദേവചിനൊക്കെ വളരെ പ്രൊമോട്ട് ചെയ്യുന്ന ഓർഗൻ ഡൊണേഷൻ. അപ്പം നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന ഉയർപ്പിന് നമ്മുടെ ശരീരത്തിൻ്റെ ഉയർപ്പ് എന്ന് പറയുന്നത് നമ്മളൊരു ഓർഗൻ ഡൊണേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് നഷ്ടപ്പെടില്ലേ എന്നുള്ള ഒരു ചിന്ത. ഇത് അംഗീകരിക്കപ്പെട്ട നമുക്കത് നഷ്ടപ്പെടുമല്ലോ. ഒരു ഓർഗൻ ഡൊണേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇപ്പോഴത്തെ അവരുടെ മനസ്സിലുണ്ടായ ഒരു സംശയം, മർദ്ദീകരിക്കപ്പെട്ട ശരീരമാണ് ഉദ്ധാനം ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത്ര അങ്ങോട്ട് ഗ്രഹിക്കുക സാധാരണ ഇതിലേക്ക് ചെല്ലും. പിന്നെ രണ്ടാമത് ഒരു ഇന്ത്യൻ ബേസിസിൽ ഈ കാലങ്ങളിലൊന്നും ശരീരശാസ്ത്രമൊന്നോ ഈ മനഃശാസ്ത്രമൊന്നോ അത്രയും വേർതിരിക്കാതെയായിരുന്നു എഴുതിയിട്ട്. വേദങ്ങളിലും ഉപനിഷത്തുകളിലൊക്കെ ഈ വേർതിരിവുകളില്ലാതെ എഴുതി വന്നു. എന്നാൽ ഈ പാശ്ചാത്യ പ്രേരണയാലായിരിക്കാം നമ്മൾ കുറേ ഒക്കെ ബിൽഡപ്പ് ചെയ്യാനായിട്ട് ശ്രമിച്ചു. അതിൽ വിദ്യയെ ഈ ഭാരതീയ മനഃശാസ്ത്രത്തെക്കുറിച്ച് രാമോദം എന്ന് പറയുന്ന പാഠത്തിലൂടെ കുറേ പക്ഷേ ഇതിലൊന്നും ഈ ഭാരതീയ മനസ്സെന്ന് പറയുന്നതിനെക്കുറിച്ച് കുറച്ചുകൂടി തെളിവായിട്ട് കൊണ്ടുവരാനായിട്ട് സാധിച്ചിട്ടുണ്ട് എന്നുള്ളൊരു വസ്തുത. അത് ഇതൊരു ഇന്റർറിലേറ്റഡായിട്ട് കിടക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിലാകാം. പിന്നെ ഇത് തന്നെ ആർച്ച് ബിഷപ്പ് ക്രിസോസ്റ്റമോസ് എന്ന് പറയുന്ന ഗ്രീക്ക് ഓർത്തഡോക്സ് ഈസ്റ്റേൺ പെർസ്പെക്റ്റീവ്, ഈസ്റ്റേൺ സൈക്കോളജിയെ ഇന്റർറിലേറ്റഡായിട്ട് തന്നെ ചിന്തിക്കുന്നു. അത് നമ്മുടെ ഭാരതീയ പശ്ചാത്തലമായിട്ട് കുറച്ച് ബന്ധപ്പെട്ടിട്ടുണ്ട്. ഒന്നാമതായിട്ട് അച്ഛൻ ഓർത്തത് ഈ മാരിറ്റൽ അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്ന ഒരു ടൈം. അപ്പോൾ ഈ പെർസ്പെക്റ്റീവിൽ തന്നെ പോസ്റ്റ് മോഡേൺ കാഴ്ചപ്പാടിൽ ഈ അഡ്ജസ്റ്റ്മെന്റ് എന്നുള്ള ടേം തന്നെ വാനിഷിംഗ് പോയിന്റിലാണ്. കാരണം അഡ്ജസ്റ്റ്മെന്റിന് ടേം മാറിയിട്ട് ക്വാളിറ്റി ഓഫ് ലൈഫ്, മാരിറ്റൽ അഡ്ജസ്റ്റ്മെന്റ് മാറിയിട്ട് മാരിറ്റൽ ക്വാളിറ്റി ഓഫ് ലൈഫ് എന്നുള്ളൊരു പെർസ്പെക്റ്റീവിലേക്ക് ഒരു ക്രിസ്ത്യൻ തലത്തിലേക്ക് നീങ്ങുന്നതായിട്ട്
ഒരു സൂചന. ഡോക്ടർ മാത്യു കുര്യൻ സാർ. രണ്ട് സംശയങ്ങൾ. ഞാൻ ഉദ്ദേശിക്കുന്നത് അച്ഛൻ്റെ കഴിഞ്ഞ 3 ക്ലാസ്സുകളുടെയും ഒന്നിച്ചുള്ള ഒരു പ്രതികരണം പോലെയാണ് ഞാൻ ചോദിക്കുന്നത്. 2 ചോദ്യങ്ങൾ. ഒന്നാമത്തേത്, പാശ്ചാത്യ സഭകളുടെ ഒരു പ്രത്യേക വളർച്ചയുടെ അല്ലെങ്കിൽ ഒരു തളർച്ചയുടെ ഘട്ടത്തിലാണല്ലോ അതിന് റിയാക്ഷൻ ഉണ്ടാകുകയും പാശ്ചാത്യ സമൂഹങ്ങളിൽ തന്നെ റിയാക്ഷൻ ഉണ്ടാകുകയും അങ്ങനെ സെക്കുലറിസം എന്നുള്ളൊരു കാഴ്ചപ്പാട് അത് വളരെ ലോകത്തിന് തന്നെ സ്വീകാര്യമായതുകൊണ്ടാണല്ലോ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനകൾ തന്നെ അത് നമ്മൾ എഴുതി ചേർത്തിട്ടുള്ളത്. പക്ഷെ അത് ലോകത്തിന് ധാരാളം ഗുണങ്ങൾ ചെയ്തിട്ടില്ലേ ആ ഒരു കാഴ്ചപ്പാട്. പക്ഷെ നമുക്കറിയാം പാച്ചൻ്റെ ഈ ക്ലാസ് വരുന്ന ഒരു പശ്ചാത്തലം അതെല്ലാം ഏതാണ്ട് ഒരുതരം അതിൻ്റെ ഒരു ഓൾഡ് ഏജിൽ നിൽക്കുന്ന ഒരു സന്ദർഭത്തിൽ പുതിയ ധാരാളം പ്രശ്നങ്ങളുണ്ടാകും. അപ്പം എൻ്റെ ചോദ്യം ഇതാണ്, അച്ഛനെ ഉയർത്തിക്കൊണ്ടുവരുന്ന ഈ ഒരു ദൈവശാസ്ത്ര സമീപനം, ഞാനൊരു സാമൂഹ്യശാസ്ത്ര വിദ്യാർത്ഥിയായിട്ടാണ് അതിനെ കേൾക്കുന്നതും ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അപ്പം അത് ഒരു വലിയ അളവ് വരെ ഈ പാശ്ചാത്യ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച ആധുനികതയുടെയോ അതിൻ്റെ ഒക്കെ ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന വെല്ലുവിളികൾക്ക് ഒരു വലിയ അളവ് വരെ ഈ പറയുന്ന സെക്കുലറിസത്തിൻ്റെ ഒരു തകർച്ച. അതുകൊണ്ടാണ് ഇപ്പോൾ ലോകത്തിലെ മതം തന്നെ എല്ലാ സ്ഥലങ്ങളിലും മതം തന്നെ പ്രശ്നങ്ങളായിട്ട് വരുന്നത്. അപ്പം ഈ ഒരു നേരത്തെ എനിക്ക് മുമ്പേ സൂചിപ്പിച്ച ആളുടെ ഒരു സമീപനത്തോട് ഞാൻ വിയോജിക്കുകയാണ്. നമുക്കൊരു യൂണിവേഴ്സലി ഇൻക്ലൂസീവ് ആയിട്ടൊരു ക്രിസ്ത്യൻ അപ്രോച്ച് അതല്ലേ സ്വീകാര്യമായിട്ടുള്ളത് എന്നുള്ളതാണ് എൻ്റെ ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തത് സ്പെസിഫിക് ആയിട്ടുള്ള ചോദ്യമാണ്. ഈ എംഗൽസിൻ്റെ ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസത്തിലെ 2 കാര്യങ്ങളും അദ്ദേഹം പ്രത്യേകിച്ച് പറയുന്നുണ്ടല്ലോ, നെഗേഷൻ ഓഫ് നെഗേഷനും അതുപോലെ തന്നെ ക്വാണ്ടിറ്റി ഇൻറ്റു ക്വാളിറ്റി. അപ്പോൾ അതൊരു സ്പിരിച്വൽ ഒരു ഫിനോമിനായിട്ട് നമുക്ക് അതിനെ അഡാപ്റ്റ് ചെയ്യാനായിട്ട് നോക്കൂ എന്നുള്ളതാണ്. എല്ലാവരുടെയും കമന്റ് സൈഡ് എല്ലാം എടുത്തിരിക്കുന്നത് ചോദ്യങ്ങളായിട്ട് മുഴുവൻ എടുക്കുന്നില്ല, കാരണം ഉത്തരം പറയാനായിട്ട് സാധിക്കാത്തതുകൊണ്ട് നടത്തിയ കമന്റ്സ് പലതും പ്രയോജനപ്രദമാണ്. പിന്നെ ചില ക്ലാരിഫിക്കേഷൻസ് ആവശ്യമുണ്ട്. നമ്മൾ ബ്രഹ്മാണ്ടമെന്നും പിന്നാണ്ട് പറഞ്ഞു ബ്രഹ്മ ശബ്ദം ബൃഹത് എന്നുള്ള അർത്ഥമാണ് തീർച്ചയായിട്ടും അതിനുള്ളത്. അതുകൊണ്ട് ഈ ബ്രഹ്മാവെന്ന് പറയുന്നത് തന്നെ പറയുന്ന പോലെ മഹിതോ മഹീയാൻ അണുവോ രണിയാൻ, ഏറ്റവും വലുതായതിലും വലുത്, ഏറ്റവും ചെറുതായതിലും ചെറുത്, അങ്ങനെയാ ദൈവത്തെക്കുറിച്ചുള്ള സങ്കല്പം പറയുന്നത്. അതുകൊണ്ട് ബ്രഹ്മശബ്ദം തീർച്ചയായിട്ടും ബൃഹത് വലുത് എന്നുള്ള അർത്ഥമാണ്. ഈ ഐ എം എ ബോഡി, ഐ എം ദ ബോഡി എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരു ഡിസ്പ്യൂട്ടഡ് ഇഷ്യൂ ആണ്, ഏറിയാണ്. അല്ലാതെ ആരും അതിന് പൂർണ്ണമായിട്ട് ഒരു തീർപ്പ് കൽപ്പിച്ചിട്ടില്ല. കാരണം നിരന്തരമായിട്ട് ഈ സെൽഫ് എന്നുള്ളത് ഇപ്പോൾ നമുക്കറിയാൻ പാടില്ല. ഇന്ത്യയിലെ ആത്മൻ സെൽഫ് എന്നുള്ളത് പുരാതനമായ പ്രയോഗമാണ്, വെനറബിൾ എക്സ്പ്രഷനാണ്. വെസ്റ്റേൺ സൈക്കോളജിയിൽ സെൽഫുണ്ട്. നമ്മൾ ആദ്യത്തെ ലെക്ചറിൽ കണ്ടതുപോലെ ഈ ഗ്രീക്കുകാരുടെ പ്രീ സോക്രാറ്റിക് ഫിലോസഫിയിലും സെൽഫ് ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ്. ഈ സെൽഫ് എന്താണ്? ഇന്ത്യയിൽ പറയും, രമണ മഹർഷി പറയുകയാണെങ്കിൽ പറയും, ഒരു സ്ക്രീനിൽ നിങ്ങൾ ചിത്രങ്ങൾ കാണും. ഇവിടെ ഇവർ ഏതെല്ലാം ചിത്രങ്ങൾ വേണമെങ്കിലും സ്ക്രീനിൽ എനിക്ക് പ്രൊജക്റ്റ് ചെയ്യാം. പക്ഷേ ആ സ്ക്രീൻ അവിടെ തന്നെയുണ്ട്, സ്ക്രീനിന് മാറ്റമൊന്നുമില്ല, അല്ലേ? നിങ്ങൾ ഏതെല്ലാം പടങ്ങൾ കാണിച്ചാലും പടങ്ങൾ കാണുമ്പോൾ ഇത് റിയൽ ആണെന്ന് നിങ്ങൾക്ക് തോന്നും, അല്ലേ? ഇത് ഓഫ് ചെയ്യുമ്പോൾ ആ പഴയ സ്ക്രീൻ അവിടെ തന്നെയുണ്ട് എന്ന് പറഞ്ഞതുപോലെ ഈ സർവ്വസാക്ഷിയായിട്ട് എനിക്ക് നിൽക്കാം. ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട ചിന്തയാണ് ഇതിങ്ങനെ. ഈ ഫിനോമിന
ഇങ്ങനെ ഒന്നിനെ പുറകെ ഒന്നായിട്ട് സിനിമ കാണുന്നത് പോലെ എൻ്റെ മുമ്പിലൂടെ എല്ലാം ഇങ്ങനെ വന്നു പോകുന്നുണ്ട്. ബട്ട് ഐ റിമെയിൻ ദ സെയിം. അതൊരു ആത്മസങ്കല്പമാണ് ആത്മാവിനെ കിട്ടുന്നത്. അതുകൊണ്ട് ഈ സെൽഫും അത് അനുഭവിക്കുന്ന കാര്യങ്ങളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ഒരു തീർപ്പ് കൽപ്പിച്ചിട്ടില്ല. ബോഡി അതിൻ്റെ തന്നെയാണ്. ഐ ഹാവ് എ ബോഡി എന്നും പറയാം, ഐ ആം ദ ബോഡി എന്നും, രണ്ടും തെറ്റാണെന്നും പറയാം. ദർ ഇസ് നോ ഡെഫിനിറ്റ് സൊല്യൂഷൻ ടു ദാറ്റ് പസിലിംഗ് ക്വസ്റ്റ്യൻ എന്ന് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. ബോർഡറിൻ്റെ കാര്യവും നമ്മളിവിടെ ചോദിച്ചു. ഈ ബോർഡർ ഞാനത് ഇത് നമ്മൾ പറഞ്ഞത് സാറാദ്യം സൂചിപ്പിച്ചത് മുഹമ്മദ് സാർ പറഞ്ഞത് എക്സ്പ്ലോറേഷനാണ്. വി ആർ എക്സ്പ്ലോറിങ് ദ ഹൊറൈസൺ. അതുകൊണ്ട് മനഃപൂർവ്വം പ്രൊവോക്കേറ്റീവായിട്ടാണ് ചില കാര്യങ്ങൾ നമ്മളിവിടെ അവതരിപ്പിക്കുന്നത്. ബോർഡർ ചർച്ചിൻ്റെ നമുക്ക് എല്ലാവർക്കും അറിയാം, ചർച്ചിന് നമുക്ക് ബോർഡറുണ്ട്. ഓരോ ചർച്ചിനും അതിൻ്റെ ബോർഡറുണ്ട്, നിയമങ്ങളുടെ കനോണിക്കൽ ലിമിറ്റ്സ് ഉണ്ടെന്ന് അറിയാം. ബട്ട് വി നീഡ് ടു റീവിസിറ്റ് ദോസ് ക്രൈറ്റീരിയ. വി നീഡ് ടു ചലഞ്ച് ഒക്കേഷണലി സമൂഹം, അല്ലെങ്കിൽ വീണ്ടും ഇത് കുഴപ്പത്തിലാവും. അതുകൊണ്ട് ആ ചലഞ്ചാണ് നമുക്ക് ആവശ്യം എന്നുള്ളതാണ്. അതുകൊണ്ട് ഇതിന് ബോർഡറിൻ്റെ കാര്യം വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കണം. അല്ലെങ്കിൽ ഈ കംപ്ലീറ്റ്ലി വീടുകളിൽ തന്നെ വേലി കെട്ടുന്ന പല തരത്തിലാണ് നമുക്കറിയാം. അമേരിക്കയിൽ ചെന്നാൽ ഈ സന്ദർഭത്തിലൊക്കെ വേലിയേ ഇല്ല അവർക്ക്. രണ്ടു കൂട്ടരുടെയും ലോൺ ഒരുപോലെയാണ് അല്ലേ? ഒരാളും ലോൺ പോയി ചെയ്യുമ്പോൾ വേറെ അങ്ങോട്ട് കയറിപ്പോയെന്നിരിക്കാം, അല്ലെങ്കിൽ അങ്ങോട്ട് കിട്ടുന്നിരിക്കാം. പക്ഷേ നമുക്ക് തിരിച്ചറിയാൻ പറ്റും രണ്ട് വീടുകൾ തമ്മിലുള്ള അതിർത്തി നമുക്കറിയാം. അതൊരു പഴയ ഒരു ട്രൈബൽ സങ്കല്പമാണ്. അമേരിക്കക്കാർക്ക് അതെങ്ങനെ കിട്ടിയെന്നുള്ളത് എനിക്ക് തോന്നുന്നു പഴയ ഇന്ത്യൻ കൾച്ചറിൽ നിന്ന് കിട്ടിയത്, അല്ലെങ്കിൽ അമേരിക്ക കിട്ടാൻ വശയില്ല. ഒരു വലിയ അത്ഭുതമാണ് അമേരിക്കക്കാരുടെ വീടുകൾക്ക് തമ്മിൽ വേരിയില്ല എന്നുള്ളത്. പക്ഷെ ഇവിടെ നമ്മൾ വെറുതെ ഒരു അടയാളം നോക്കും. ചില വലിയ കനത്ത ഭിത്തികൾ കിട്ടും അല്ലേ? ചില മുള്ളുവേലി ഇടും, ചിലതിന് കൂടി പിന്നെ ഇലക്ട്രിഫൈഡ് ഇത് ഉണ്ടാക്കും. അപ്പോൾ വേലി കെട്ടുന്നതിന് പല സങ്കല്പങ്ങളുണ്ട്. വേലി ഇല്ലാതെ ജീവിക്കാമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഒരു ധാരണ മതി. ഒരു 2 മിനിറ്റ് ഫിലിം ഞാൻ കണ്ടിട്ടുണ്ട്. അത് ഞാൻ ടൈറ്റിൽ ഞാൻ മറന്നുപോയി. ഈ വേലിയില്ലാതെ അമേരിക്കയിൽ താമസിക്കുന്ന 2 നെയ്ബേഴ്സാണ്. വലിയ സ്നേഹമാണ്, 2 കൂട്ടുന്നത്, വലിയ ഫാമിലി ഒരുമിച്ച് അങ്ങനെ. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് ഒരു സ്ഥലത്ത് ഒരു ചെടി വന്നൊരു നല്ല പൂ ഉണ്ടായിരുന്നു. ഒറ്റ ചെറിയൊരു പൂവാണ്. അപ്പോൾ ആ പൂ കണ്ട് ഒരാൾ മോഹിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ അയാളുടെ ഭാര്യയോട് വന്ന് പറഞ്ഞു, അയാൾക്ക് ഇത് എന്റെയാണെന്ന് പറയണമെന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞു ഇത് എന്റെയാണെന്ന് പറഞ്ഞു. മറ്റേ ആളും പറഞ്ഞു ഇത് എന്റെയാണെന്ന് പറഞ്ഞു. പിന്നെ അപ്പോഴത്തേക്കാണ് ഈ ബോർഡറിനെ കുറിച്ചുള്ള സങ്കല്പം. ഉടനെ ഒരാൾ കൊണ്ട് ഈ വേലി കൊണ്ട് അവിടെ മറ്റേ കൊണ്ട് അപ്പുറം വേലി കെട്ടി ഇങ്ങോട്ട് കെട്ടി അവസാനം 2 പേരും തമ്മിൽ അടിച്ച് തകരുകയാണ് ഈ പൂ ഉണ്ടായപ്പോഴത്തേക്ക്. അതുവരെ വളരെ സന്തോഷമായിട്ട് വേലിയില്ലാതെ ജീവിച്ചിരുന്നവരാണ്. വേലിയ പലപ്പോഴും പ്രശ്നം ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഈ ബോർഡറിനെ കുറിച്ചുള്ള ചോദ്യം നമ്മൾ വിൻ റേസ് അടുത്ത സെഷൻ വരുമ്പോൾ നമ്മൾ ചെയ്യണം, എപ്പോഴും ചെയ്യണം, എല്ലായിടത്തും ചെയ്യണം എന്നുള്ളത് മാത്രമേ എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളൂ. ഓർഗൻ ഡൊണേഷനെ കുറിച്ച് പറഞ്ഞത് ഞാനത് എഴുതി വെച്ചിട്ടുണ്ട്. എൻ്റെ മക്കളത് ഫോളോ ചെയ്യുമെന്ന് എനിക്ക് അറിയാൻ പാടില്ല. എൻ്റെ ഏതെങ്കിലും ഓർഗൻ പ്രയോജനമായിട്ട് കിട്ടുമെങ്കിൽ അത് കൊടുക്കണം എന്ന് വിൽപത്രത്തിൽ, എനിക്ക് ഇത്ര പ്രായമുള്ളതുകൊണ്ട് വിൽപത്രത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. കാരണം തിയോളജിക്കൽ ബേസിസ് അത് ഇത് എൻ്റെ ശരീരം എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും ശരീരം ഒന്ന് തന്നെയാണ്. ഇത് ചോദിച്ച അച്ഛനും ഞാനുമായിട്ട് കുടുംബ ബന്ധമൊന്നും ഉള്ളതായിട്ട് ഞങ്ങൾക്ക് അറിവില്ല. പക്ഷെ ഒരു 5-6 തലമുറ പുറകോട്ട് റോൾ ചെയ്താൽ, നമ്മുടെ ഈ ഫിലിമുണ്ട് പുറകോട്ട് റോൾ ചെയ്താൽ അച്ഛനും ഞാനും ഞങ്ങളുടെ ഗ്രേറ്റ് ഗ്രാൻഡ് മദറിൽ സഹോദരങ്ങളാണ്. അത് സംഭവിക്കും, യാതൊരു സംശയമില്ല. ഇതറിയണമെങ്കിൽ ഞാനൊരു ഈ വർഷത്തെ തന്മ എന്ന് പറഞ്ഞ ഈ മാസത്തെ ലേഖനമായിട്ടുണ്ട്. ആഫ്രിക്കയിൽ പോയൊരു എക്സ്പീരിയൻസ്. ആഫ്രിക്കയിൽ ഒരു തയ്യൽക്കാരൻ്റെ മരണത്തിൽ ഞാൻ പങ്കെടുത്തു. ഞാൻ വേണ്ടി പോയതല്ല, വേറെ മീറ്റിങ്ങിന് പോയതാണ്. ഒരു സാധാരണ അവിടെ അക്കുവപ്പൻ മലനിരകളിലുള്ള ഒരു ഗ്രാമീണ തയ്യൽക്കാരനാണ്. ഇതിന് കഴിഞ്ഞ അവസാനം എന്ന് പറഞ്ഞാൽ ഞാനും അയാളുമായിട്ട് ബന്ധമായി. എല്ലാവരും വിശ്വസിച്ച് ഞാൻ ബന്ധമാണെന്ന് വിശ്വസിച്ചു. അവസാനം ഞാനും വിശ്വസിച്ചു. അപ്പോൾ അതിൻ്റെ ജനറ്റിക് ബേസിസ് ഉണ്ട്. അതിന് ഈ കോണ്ടിനെന്റുകൾ തമ്മിൽ ഒന്നായിരുന്നൊരു കാലത്തേക്കില്ല. ഇങ്ങനെ പോയി കഴിയുമ്പോൾ ഞങ്ങൾ സഹോദരങ്ങളാണ് എന്നുള്ള സങ്കല്പത്തിലേക്ക് വരും. അപ്പം നമുക്കറിയാം ഈ കിഡ്നിയൊക്കെ ദാനം ചെയ്യുമ്പം സ്വന്തം ബ്ലഡ് റിലേഷൻഷിപ്പിൽ മക്കളോ അല്ലെങ്കിൽ ബ്രദേഴ്സോ സിസ്റ്റേഴ്സോ ഒക്കെയാണ് കിഡ്നി ദാനം ചെയ്യേണ്ടത്. കാരണം പെട്ടെന്നത് പിടിക്കും, അല്ലാത്ത പിടിക്കുകയില്ല. അപ്പം ഇതൊരു ആ ലോജിക്ക് നമ്മൾ എടുത്താൽ നമ്മുടെ ആർക്കും സ്വന്തമായിട്ടൊരു ശരീരമില്ല. എൻ്റെ ശരീരം നിങ്ങളുടെ ശരീരം എൻ്റേതാണെന്ന് പറയാം. അതുകൊണ്ട് ഓർഗൻ ഡൊണേഷൻ ഈസ് പെർഫെക്റ്റ്ലി തിയോളജിക്കൽ എന്നാണ് എൻ്റെ വ്യക്തിഗതമായ
ഉയർത്തുന്ന സമയത്ത് ഈ കിട്ടി കാണുമെന്നുള്ളതാണ്. കൊടുക്കാൻ കഴിയാത്ത ഒരു ഐറ്റമാണല്ലോ. ഭാവിയിലാകുമ്പോഴും ഈ സുഖത്തിൽ പോകുമ്പോഴും കിട്ടിയില്ലെങ്കിൽ ഒരു പ്രശ്നമാകും. നിങ്ങളുടെ ഒരു കണ്ണ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ കാല് മുറിച്ചിട്ട് നിങ്ങൾക്ക് അറിയില്ലാതെ സ്വർഗത്തിൽ പോകുന്നില്ല. എന്റെ ഈ റൈറ്റ് ഇൻഡെക്സ് ഫിംഗറിന്റെ 1/3 ട്രെയിനിന്റെ ഈ ഷട്ടർ വീണ് പോയി. അത് ജനതാ വണ്ടി ഉണ്ടായിരുന്നു. ബോംബെയിൽ നിന്ന് വരുന്ന വഴിക്കാണ്. എവിടെ ഒരു നമ്മുടെ ആന്ധ്രാപ്രദേശ് എവിടെ വെച്ചാൽ അത് പോയത്. അപ്പം ഒത്തിരി ബ്ലഡും ഒക്കെ വന്നു. അവരെന്നെ അവിടെ സ്റ്റേഷനിൽ ഇറക്കി ട്രെയിനങ്ങ് പോയി. എനിക്ക് ഫസ്റ്റ് എയ്ഡ് തരാൻ വേണ്ടിയൊക്കെ അവർ കൊണ്ടുപോയതാണ്. ട്രെയിൻ പോയപ്പോൾ ഞാൻ ആലോചിച്ചപ്പോൾ എൻ്റെ ഈ 1/3 ഫിംഗറും ആ ട്രെയിനിൽ അങ്ങ് തിരുവനന്തപുരത്തിൽ പോയി. അപ്പോൾ ഉയർത്തെഴുന്നേൽക്കുമ്പം ഞങ്ങൾ പല സ്ഥലങ്ങളിൽ നിന്നായിരിക്കും ഭാഗമായിട്ടായിരിക്കും ഉയർത്തെഴുന്നേൽക്കുന്നതെന്നൊക്കെ ഞാൻ തമാശനെ നോക്കി. അപ്പം അതൊരു വശത്ത് ബോഡിയെ കുറിച്ചുള്ള നമ്മുടെ സങ്കല്പത്തിൽ ഇനി ഒത്തിരി മാറ്റങ്ങൾ വരാനുണ്ട്. ഈ വെസ്റ്റേൺ സെക്യുലറിസത്തില് ചിലപ്പോൾ അവർക്ക് ഈ നിരീശ്വരവാദികൾ എത്തീസ്റ്റ് ലോകത്തിൽ അത്യാവശ്യമാണ്. അല്ലെങ്കിൽ ഈ മതങ്ങളിൽ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇങ്ങനെ യാതൊരു ബോധവുമില്ല ആളുകൾക്ക്. അതെല്ലാം അതിലും ലംഘിച്ച് പോകും. അതുകൊണ്ട് നമ്മളെ ചലഞ്ച് ചെയ്യാനായിട്ട് എത്തീസ്റ്റ് ആവശ്യമാണ്. ഈ സെക്യുലർ എന്ന് പറയുന്നത് മോശമൊന്നുമല്ല, അതിൽ തന്നെ മോശമല്ല. യൂറോപ്പിന്റെ ചരിത്രം നമ്മൾ പഠിക്കുകയാണെങ്കിൽ മെഡീവൽ റിലിജനും ഈ ഒപ്രഷൻ, ഹ്യൂമൻ ഒപ്രഷൻ, ഇതെല്ലാം കൂടെ പഠിച്ചു കഴിഞ്ഞാൽ യു ബി എ ഫോളോവർ ഓഫ് സെക്യുലറൈസേഷൻ ഇൻ യൂറോപ്പ്. അത്രയധികം ഡിമീനിങ് ആയിട്ടുള്ള, ഒപ്രസീവ് ആയിട്ടുള്ള ഒരു റിലീജിയസ് സോഷ്യൽ തിങ്കിങ് ആണ് യൂറോപ്പിലുണ്ടായിരുന്നത്. അപ്പോൾ അതിനെ തിരുത്തിയത് ഈ എൻലൈറ്റൻമെന്റ് ഐഡിയോളജിയും അതിൻ്റെ വേറൊരു വശത്തേക്ക് പോയി എന്നുള്ളത് വേറൊരു സംഗതി. അവിടെ സെക്യുലറിസം ഇൻ ഇറ്റ് സെൽഫ് ഈസ് നോട്ട് ബാഡ്. പക്ഷേ സാർ അതിനെക്കുറിച്ച് അവിടെ പറഞ്ഞത് എനിക്ക് എൻ്റെ ഒരു അനുഭവം പറയുകയാണെങ്കിൽ അത് സഭാവിശ്വാസികൾ അത് തിരിതിരിക്കുന്നത് വിചാരിക്കും. ഈ എക്ലീസിയാസ്റ്റിക്കൽ സെറ്റപ്പിലുള്ള ആളുകൾ കൂടുതൽ സൗഹൃദവും ഹൃദയവിശാലതയും സ്നേഹവും ഒക്കെ കൂടുതൽ കാണിച്ചിട്ടുള്ളത് സിംഗിൾ വേണ്ടുള്ളത് അല്ലേ? എൻ്റെ ഒരു ചെറിയ അനുഭവമാണ്. പറയുന്നത് ചോദിക്കും, നിങ്ങളുടെ സ്വന്തം സഹോദരനും സഹോദരിയല്ലേ പള്ളിക്കകത്തുള്ളൂ ചോദിക്കും. അതൊക്കെ ശരിയായിരിക്കും. പക്ഷേ ഹു കെയർസ് ഫോർ യു? അവിടെയാണ് യേശുക്രിസ്തുവിന്റെ ആ റാഡിക്കൽ പാരബിൾ അല്ലേ? ഈ യഹൂദന്മാരുടെ പുരോഹിതനും ലേവ്യക്കാരനും ഒന്നും അല്ല ഇയാളെ സഹായിച്ചത്. ടോട്ടൽ സ്ട്രേഞ്ചറാണ്. വെറും സ്ട്രേഞ്ചർ എന്ന് മാത്രമല്ല, അധമനെന്നോ മ്ലേച്ഛനെന്നോ ഔട്ട്കാസ്റ്റ് എന്നോ കരുതിയിരുന്ന ശബരിയക്കാരനാണ് സഹായിക്കുന്നത്. ദിസ് ഈസ് ടുഡേയ്സ് എക്സ്പീരിയൻസ് ഓൾസോ ഇൻ അവർ ലൈഫ്. അതുകൊണ്ട് നമ്മളിങ്ങനെ ഒന്നിനെയും ഒരു പേര് വെച്ച് കണ്ടം ചെയ്യാനായിട്ട് സാധിക്കില്ല എന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് അതിനെക്കുറിച്ച് സാറിനെ ഒന്ന് വിശദീകരിക്കാമെങ്കിലേ അത് കാരണം ഏംഗൽസിന്റെ പിന്നെ ഒരു പ്രശ്നമുണ്ട്. ഈ പാശ്ചാത്യ സെക്യുലറിസം എന്ന് പറയുന്നത് മതരഹിതമായ ഒരു സെക്യുലറിസത്തെ അവർ കണ്ടെത്തുന്നത് ഏംഗൽസൊക്കെ. ഇന്ത്യയിലെ സെക്യുലറിസം അതുമായിട്ട് യാതൊരു ബന്ധമില്ല. ഗാന്ധിയുടെ സെക്യുലറിസത്തെ മാത്രം നിന്നുകൊണ്ടുള്ള ഒരു റിഫോർമേഷൻ അതാണ് ഇന്ത്യക്ക് ഏറ്റവും സുലഭമായിട്ടുള്ളത്. മാർക്സിന്റെ ആ ഒരു സെക്യുലറിസം ഒട്ടും ആപ്ലിക്കബിൾ അല്ല ഇന്ത്യയിൽ. അങ്ങനെ പ്രശ്നമുണ്ട്. ഇവിടെ മാത്രം നിരാശ നിങ്ങൾ കേട്ടിട്ടാണ് ഒരു പിന്നെ ഈ മൂക്കഞ്ചേരിൽ MC ജോസഫ് എന്ന് പറഞ്ഞൊരു യുക്തിവാദി കേട്ടിട്ടുണ്ടല്ലോ അല്ലേ? അദ്ദേഹം മരിച്ചിട്ട് ഒത്തിരി വർഷങ്ങളായി. മൂക്കഞ്ചേരിൽ അദ്ദേഹത്തിന്റെ പിന്നെ ഫസ്റ്റ് കസിനാണ്, സഹോദരനാണോ ഈ മൂക്കഞ്ചേരി പത്രോസ് മറോസ്താസിയസ് എന്ന് പറയുന്ന ഒരു ബിഷപ്പ് ഓർത്തഡോക്സ് പേരുണ്ടായിരുന്നു. ഈ ദളിതർക്ക് വേണ്ടി ആദ്യമായിട്ട് വാദിക്കുകയും ഈ വൈക്കം സത്യാഗ്രഹത്തിന് ദളിതർക്ക് വഴി നടക്കാനായിട്ട് അവിടെ അനുവാദമില്ലാത്ത സമയത്ത് അത് വയലേറ്റ് ചെയ്ത് വഴി നടന്ന ഒരു ബിഷപ്പാണ് അദ്ദേഹം. അദ്ദേഹം ബിഷപ്പായെങ്കിൽ ഒരിക്കലും ഈ ഓർത്തഡോക്സിയുടെ ആ ഫ്രെയിം അദ്ദേഹം നിൽക്കുകയില്ല.
എപ്പോഴും അദ്ദേഹം അന്ന് അധികൃതരായ ആളുകളുടെ വീടുകളിൽ പോയി ഭക്ഷണം കഴിക്കുകയും അവരെ സംഘടിപ്പിക്കുകയും അവരുടെ പ്രയാസങ്ങൾ തിരിച്ചറിയുകയും ഒക്കെ ചെയ്തൊരു ബിഷപ്പ്. അദ്ദേഹം ബിഷപ്പ് ആയതുകൊണ്ടായിരിക്കാം നമ്മൾ സെക്യുലർ സൊസൈറ്റിയിൽ അധികം പേരുകൾ വരാൻ. പക്ഷേ കേരളത്തിന്റെ നവോത്ഥാന ചരിത്രത്തിൽ അറിയപ്പെടേണ്ട ഒരാളാണ് ഈ പത്രോസ് മാർ ഒസ്താത്യോസ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ പേരാണ് നമ്മുടെ മറ്റേ ഒസ്താത്യോസിന്റെ പേര് അപ്രീസിയേഷൻ കൊണ്ട് എടുത്തതാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ എം സി ജോസഫിന്റെ കസിൻ. അതെ, അപ്പൊ എം സി ജോസഫിന്റെ ഒരു സഹോദര പുത്രി ഇവിടെ കൊണ്ടുവന്നുള്ളൂ. 85 വയസ്സായി. അവരോട് ഞാൻ നല്ലൊരു അറിവുള്ള സ്ത്രീയാണ്. അവരോട് പലപ്പോഴും ഞാൻ സംസാരിക്കാറുണ്ട്. അവർക്കൊരു വിശുദ്ധനായ വ്യക്തിയെ പോലെയാണ് എം സി ജോസഫിനെ അവരെല്ലാം കരുതുന്നത്. കാരണം അദ്ദേഹം യുക്തിവാദിയല്ല, നിരീശ്വരൻ, എവിടെയെങ്കിലും പോവുകയില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ വിശുദ്ധിയും അദ്ദേഹത്തിന്റെ ഈ ദർശനത്തിന്റെ ആ മാഹാത്മ്യവും സ്വന്തം വീട്ടിലുള്ളവരും പുറത്തുള്ളവരും ധരിച്ചിരുന്നു. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇങ്ങനെയുള്ള ലേബലുകൾ നമുക്ക് കൊടുക്കാൻ നിരീശ്വരനായതുകൊണ്ട് രക്ഷയ്ക്ക് അർഹനല്ലെന്നൊക്കെയുള്ള സങ്കല്പം പാടില്ല എന്ന് മാത്രമേ എനിക്ക് പറയാറുള്ളൂ. ശേഷം പൗരസ്ത്യ ചിന്തകളെ ശക്തിപ്പെടുത്തുന്ന ഒരാളാണ് കെ എൻ ജോർജ്. ഒരർത്ഥത്തിൽ ഞങ്ങളെപ്പോലുള്ള വൈദ്യ വിദ്യാർത്ഥികൾക്ക് ബഹുമാനമുള്ള കെ എൻ ജോർജിനോടുള്ള താല്പര്യവും അതാണ്. പൗരസ്ത്യമായുള്ള കാര്യങ്ങളൊക്കെ അറിയത്തില്ല, അതുകൊണ്ട് ഇത് അറിയാതൊക്കെയുള്ള ഒരനുഭവമാണ് എന്നുള്ള നിലയിലാണ് താല്പര്യമാണ് കെ എൻ ജോർജിനോട്. എന്നാൽ ഒരുപക്ഷെ അച്ഛൻ്റെ ഒരു വീക്ഷണത്തിൽ എല്ലായ്പ്പോഴും ഒരു പാശ്ചാത്യത്തോടുള്ള വെസ്റ്റേണിനോടുള്ള ഒരു നെഗേഷൻ. എൻ്റെ ചിന്ത അങ്ങനെയാണെങ്കിൽ ദയവായിട്ട് അച്ഛന് തിരുത്താം, എന്നോട് ക്ഷമിക്കണം. എനിക്ക് തോന്നുന്നു വെസ്റ്റേൺ ചിന്തകളുടെ കൂട്ടത്തിൽ ദൈവദീഷ് ഷഡാനെ പോലുള്ള ആളുകൾ, അദ്ദേഹം ഒരു കാത്തലിക് പ്രീസ്റ്റായിരുന്നു. അദ്ദേഹം ഒരു കടൽ തീരത്തെ അനുഭവത്തെ കുറിച്ച് പറയുന്നുണ്ട്. അദ്ദേഹം ഈ കുർബാന അനുഷ്ഠിക്കുന്നതിനെ കുറിച്ച് ഈ വെള്ളം സൂര്യൻ ഉദിച്ചു വരുന്നത് കണ്ടിട്ട് തിരുവോസ്തിയും വീഞ്ഞുമാണ്, ഇതിനേക്കാൾ വേറൊരു കാര്യം ഞാൻ എന്താണ് സിമ്പിളായിട്ട് എടുക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് യൂണിവേഴ്സിനെ ഉള്ളിൽ ഉൾക്കൊള്ളുന്ന ദർശനങ്ങൾ വെസ്റ്റേൺ തിങ്കിങ്ങിലുണ്ട് എന്നുള്ളത് ബഹുമാനമുള്ള അച്ഛന് അതിനെക്കുറിച്ച് അറിയാം. ഞാൻ എൻ്റെ ഒരു കാഴ്ചപ്പാട് ഞാൻ പറഞ്ഞെന്നുള്ളേ ഉള്ളൂ. അച്ഛൻ പറഞ്ഞതിനോടൊന്നും എനിക്ക് വിയോജിപ്പില്ല. അച്ഛന് പറഞ്ഞത് ശരിയാണ്, തെറ്റിദ്ധാരണ ഉണ്ടാകാം. ഇത് നമ്മളൊരു ഇന്റലക്ച്വൽ ലെവലിലാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പം ഈ ഇന്റലക്ച്വൽ സിസ്റ്റംസിനെ കുറിച്ച് നമുക്ക് ക്രിട്ടിക്കലായിട്ട് പറയേണ്ടി വരും. വെസ്റ്റേൺ സിസ്റ്റത്തെ കുറിച്ച് പറയുന്നുണ്ട്, വെസ്റ്റേൺ ഇൻഡിവിജ്വൽസിനെ കുറിച്ചല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. കാരണം നിങ്ങൾക്കറിയാം, ഞാൻ അവിടെ പഠിപ്പിക്കുകയും ഒത്തിരിയേറെ നല്ല സെക്യുലറൈസേഷനെ കുറിച്ച് ഞാൻ നല്ല അഭിപ്രായം പറയുന്നത് അവരുടെ ചില ആളുകളുടെ നന്മ കണ്ടതുകൊണ്ടുകൂടിയാണ്. അപ്പൊ അതല്ല പറയുന്നത്. ഇൻഡിവിജ്വൽസ് ആർ മേ ബി വെരി ഗുഡ്. ചില സിസ്റ്റംസ് ഉണ്ട്, ആ സിസ്റ്റംസിനെ നമ്മൾ ക്രിട്ടിക്കലായിട്ട് എടുക്കണം. ഇപ്പൊ ഇന്ത്യയിലെ നമ്മുടെ ഭാരതീയ പാരമ്പര്യത്തെ കുറിച്ച് ഞാൻ വളരെ അഭിമാനത്തോടും സന്തോഷത്തോടും കൂടി അതേസമയം തന്നെ ചിലപ്പോൾ നമ്മൾ ക്രിട്ടിക്കലായിട്ട് പറയണം. ചിലത് ഈ ശരീരത്തെ കുറിച്ചുള്ള ചില സങ്കല്പങ്ങളും ഒക്കെ പറയുമ്പോൾ തീർച്ചയായിട്ടും ഇപ്പം ഹ്യൂമൻ ഡിഗ്നിറ്റിയെ കുറിച്ചൊക്കെ പറയുമ്പോൾ അവിടെ നമ്മൾ ക്രിട്ടിക്കലായിട്ട് പറയേണ്ടി വരും. അതുകൊണ്ട് ഈ ഒരു ക്രിട്ടിക്കൽ ഡിസ്കഷനിലൂടെയാണ് എല്ലാ സിസ്റ്റത്തിലുള്ള നന്മകളും ഒരുമിച്ച് കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കും. അതുകൊണ്ട് ഐ എം നോട്ട് എഗെയിൻസ്റ്റ് ദി ബെസ്റ്റ് കേട്ടോ, അങ്ങനെ ഒരു ചിന്ത എനിക്ക് ഇല്ല. പക്ഷെ നമുക്ക് കമ്പയർ ചെയ്യുമ്പോൾ ചില കോൺട്രാസ്റ്റുകൾ കൊണ്ടുവന്നാൽ ആളുകൾക്ക് മനസ്സിലാക്കാനായിട്ട് എളുപ്പമുണ്ട്. അതുകൊണ്ട് അല്ല, ഹ്യൂമനിസം നല്ലതുകൊണ്ട് വെസ്റ്റേൺ തിയോളജി മാത്രമല്ല ഹ്യൂമനിസം ഉള്ളത്, നേരത്തെ ഉണ്ട്. ഹ്യൂമനിസം എന്ന് പറയുമ്പോൾ നമ്മളിപ്പം ബുക്ക് ഓഫ് ജനേസിസിൽ പറയുന്ന ഒന്നായിട്ട് ഇന്റർപ്രറ്റ് ചെയ്താൽ ഹ്യൂമനിസം അല്ലേ? ദൈവത്തിന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലുമാണ് മനുഷ്യൻ എന്ന് പറയുന്നതാണ് ഹ്യൂമനിസത്തിന്റെ, നല്ല ഹ്യൂമനിസത്തിന്റെ അടിസ്ഥാനം. ഇവിടെ നമ്മുടെ അച്ഛൻ ചോദിച്ചൊരു ചോദ്യത്തിന് ഞാൻ വിട്ടുപോയതാണ്. ഈ പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ടല്ലോ, എല്ലാ ശരീരങ്ങളും ഒരുപോലെയല്ല. പക്ഷികളുടെയും മൃഗങ്ങളുടെയും മനുഷ്യന്റെയും ശരീരത്തിന്റെ അതിനെ ഉത്തരം നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഈ കോൺഷ്യസ്നെസ്സും
ഈ മെറ്റീരിയൽ യൂണിവേഴ്സും തമ്മിലുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതായത് നമ്മൾ മാറ്ററിനെ കുറിച്ച് പറഞ്ഞല്ലോ, മാറ്ററിനെ നമ്മളെ ഒരു ഡിഗ്നിഫൈഡ് ലെവലിലാണ് നമ്മൾ പറഞ്ഞത്. ഇതിൻ്റെ അകത്ത് നിന്ന് എപ്പോഴായി ചൈതന്യം ഈ ബോധമായിട്ട് ഉരുത്തിരിഞ്ഞത് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഹെഗലിയൻ ചിന്തയിലും മാർക്സിസ്റ്റ് ചിന്തയിലും എല്ലാം തന്നെ ആ പ്രശ്നം എടുക്കുന്നുണ്ട്. ഇന്ത്യയിലെ നിത്യചൈതന്യതയുടെ ഭാരതീയ മനഃശാസ്ത്രത്തെ കുറിച്ച് പറയുമ്പോഴും ഇത് വരുന്നുണ്ട്, എല്ലായിടത്തും വരുന്നതാണ്. അറ്റ് വാട്ട് പോയിന്റ് the human consciousness has emerged out of the material universe. ഈ കോൺഷ്യസ്നസ് പുറത്തുനിന്നുള്ളതല്ല, ഇതിൻ്റെ അകത്ത് തന്നെ ഉള്ളതാണ്. ഈ വസ്തു ചൈതന്യവത്തായി തീരുന്നത് എപ്പോഴാണ്, വസ്തു ബോധപൂർണമായി തീരുന്നത് എപ്പോഴാണ് എന്നുള്ളത് ചോദ്യം. അതൊരു ഇവല്യൂഷണറി സ്റ്റേജാണ്. ഇപ്പം ഡാർവിനിയൻ ഇവല്യൂഷൻ അനുസരിച്ച് ഇപ്പം ചിമ്പൻസിയോ ഹയർ പ്രൈമേറ്റ്സിൻ്റെ ലെവലിൽ ഒരു സർട്ടൻ കോൺഷ്യസ്നെസ് ഉണ്ട്, ഒരു മെമ്മറി ഉണ്ട്. പക്ഷേ മനുഷ്യനിലേക്ക് വരുമ്പോഴത്തേക്ക് റാഡിക്കൽ ഷിഫ്റ്റാണ്. മെമ്മറിയുടെ കാര്യത്തിലാണെങ്കിലും ഗ്രാറ്റിറ്റ്യൂഡ്, അതുപോലെ സ്നേഹം, കൺസ്ട്രക്റ്റീവ്, ക്രിയേറ്റീവ് ഇമാജിനേഷൻ, ഇതെല്ലാം മനുഷ്യനിൽ വരുന്നുണ്ട്. അപ്പോൾ ഈ ബോധത്തിൻ്റെ പല തലങ്ങളാണ്. അപ്പം അങ്ങനെ നോക്കുമ്പം ഈ മനുഷ്യനുള്ള ബോധവുമാണ് സ്വയം ദൈവത്തിൻ്റെ ഇമേജാണെന്ന് തിരിച്ചറിയുന്നത്. ആ ബോധം തന്നെയാണ് ഈ ചുറ്റുപാടുമുള്ളത്, എന്നോടൊപ്പം ജീവിക്കേണ്ട എൻ്റെ ശരീരത്തിൻ്റെ ഭാഗമാണ് എന്നതിൻ്റെ. അപ്പോൾ ദ ഹയർ കോൺഷ്യസ്നസ് എന്നാണ് ഇന്ത്യയിലൊക്കെ പറയുന്നത്. ഈ ഹയർ കോൺഷ്യസ്നസ് ഉണ്ടായിരിക്കുന്നത് മനുഷ്യനിലാണെന്നുള്ളതാണ് നമ്മുടെ സങ്കല്പം. അതുകൊണ്ട് അതിനോട് ചേർന്ന് നിൽക്കുന്ന ശരീരത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഇപ്പം തന്നെ നമ്മൾ ഒരു കരിക്കട്ടയ്ക്കകത്ത് നമ്മൾ തീയിട്ട് അത് കത്തിക്കുമ്പം അതിൻ്റെ അകത്ത് നമുക്ക് കാണാം ഗ്ലോയിങ് എലമെൻ്റ് ഫയർ അതിൻ്റെ അകത്തുണ്ട്. പുറത്തേക്ക് വരും തോറും അത് ഡാർക്കാണ്, കോൾഡാണ്. ബട്ട് ആസ് യു ഗോ ടു ദി ഇന്നർ പാർട്ട് ഇറ്റ് ബിക്കംസ് warm and it is glowing with the fire. അപ്പം അങ്ങനെയൊരു അത് ഹയറാർക്കി എന്ന് പറയാൻ സാധിക്കുകയില്ല. If you take the whole universe as one body, the human being is closer to that inner fire എന്ന് വേണമെങ്കിൽ പറയാം, closer to the inner light. മനുഷ്യരിൽ തന്നെ അതിന് ഗ്രഡേഷൻ ഉണ്ട്, എല്ലാവരും ഒരുപോലെയല്ല. അതുകൊണ്ട് ഈ ഇഗ്നേഷ്യസ് ഓഫ് ആന്റിയോക്കിൻ്റെ ഒരു പേരിൽ അത് പറഞ്ഞിരിക്കുന്നതെങ്കിലും ഡാനീഷ്യസി അറിയപ്പെട്ടത് എന്ന് പറഞ്ഞാൽ 5-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന സന്യാസിയാണ്. ഈ 9 വൃന്ദം മാലാഖമാരുണ്ടെന്നും അവരിങ്ങനെ സ്വർഗീയ സിംഹാസനത്തിന് ചുറ്റുപാടും ഇങ്ങനെ നിരന്തരമായിട്ട് ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ അത് പാട്ടിലൊക്കെ വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ചുള്ള ഇന്റർപ്രിട്ടേഷൻ ഇങ്ങനെയാണ്. ട്രാൻസ്പെറൻറ്റ്, എല്ലാവരും ട്രാൻസ്പെറൻ്റാണ്. പക്ഷേ പീപ്പിൾ ഹു ആർ ക്ലോസർ ഓർ ക്ലോസസ്റ്റ് ടു ദ സോഴ്സ് ഓഫ് ലൈറ്റ്, അവിടെ ദൈവം ഇങ്ങനെ സംഭവം ഇരിക്കുകയൊന്നുമില്ല, ലൈറ്റാണ്, ബ്ലൈൻഡിങ് ലൈറ്റാണ്. ആ ലൈറ്റിനോട് അടുത്തവർ കൂടുതൽ ട്രാൻസ്പെറൻ്റ് ആണ്. പുറത്തേക്ക് പോകും തോറും ആ ട്രാൻസ്പെറൻസി കുറഞ്ഞു വരുന്നു. ഏറ്റവും അവസാനം വരുമ്പോഴത്തേക്ക് ഇറ്റ് ബിക്കംസ് ഒപ്പേക്ക്. ലൈറ്റ് ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള കഴിവ് തന്നെ ഇല്ലാതാകുന്നു ഈ പ്രപഞ്ചത്തിന്. അപ്പം അങ്ങനെ ഒരു ഹൈറാർക്കി ഉണ്ട്. അത് ഹൈറാർക്കി, ഡിവൈൻ ഹൈറാർക്കി എന്നൊക്കെ പറയുന്ന ഒത്തിരി ചിന്തകളുണ്ട്. ഇപ്പം ഇന്ത്യയിലെ ഈ തന്ത്രിക് ട്രഡീഷനിലും ടിബറ്റൻ ബുദ്ധമതത്തിലും നമ്മുടെ ഇന്ത്യയിലെ ഹിന്ദു ട്രഡീഷനിലും ബുദ്ധമതത്തിലും എല്ലാം ഇങ്ങനെയുള്ള വളരെ സങ്കീർണമാണ്. ഒന്നിലേക്ക് പോയാൽ മറ്റേത് നമ്മളെ മനസ്സിലാക്കാനായിട്ട് പ്രയാസമുണ്ട്. പക്ഷേ ഓൾ ടുഗദർ ഐ വുഡ് സേ ദാറ്റ് ദിസ് ഗ്രഡേഷൻ ഈസ് ദർ ഈസ് ദി ഐഡിയ ഓഫ് ആൻ ഇന്നർ സോഴ്സ് ഓഫ് ലൈറ്റ്. ആ ലൈറ്റിൻ്റെ പ്രകാശവും ചൂടും കിട്ടുന്നതനുസരിച്ചാണ് സൃഷ്ടി ചൈതന്യവത്താകുന്നത്. അതുകൊണ്ട് ബോഡി, ദി ഹ്യൂമൻ ബോഡി ഹാസ് സ്പെഷ്യൽ റെസ്പോൺസിബിലിറ്റി. കാരണം ഒരു മരത്തിന് അവിടെ നീക്കാനേ സാധിക്കുകയുള്ളൂ, മരത്തിന് നീങ്ങാൻ സാധിക്കില്ല. ഇറ്റ്സ് ഇമ്മൊബൈൽ. വേറെ ഹ്യൂമൻ ബോഡി ഈസ് മൊബൈൽ. ഒരു മരത്തിന് വേറൊരു മരത്തിന് ദോഷം വന്നാൽ അങ്ങോട്ട് നടന്നു സഹായിക്കാൻ സാധിക്കും, പക്ഷെ മനുഷ്യന് സാധിക്കും. അച്ഛനൊരു പ്രശ്നം ഉണ്ടായാൽ എനിക്ക് എൻ്റെ അടുത്തേക്ക് വരാനായിട്ടും സാധിക്കും. പക്ഷെ മൃഗങ്ങൾക്ക് സാധിക്കുമെങ്കിലും ആ ഹയർ കോൺഷ്യസ്നെസ് അവർക്കില്ല. ഒരളവ് വരെ ഉണ്ട് മൃഗങ്ങൾക്ക്. ഒരു കാക്ക ചത്താൽ ഉടനെ എല്ലാ കാക്കകളും ഒരുമിച്ച് കൂടും. ഒരു മൃഗത്തിന് അതിൻ്റെ സ്പീഷീസിൽപ്പെട്ട മൃഗങ്ങളെല്ലാം കൂടി ബട്ട് വി ഹാവ് ദി എബിലിറ്റി ടു ട്രാൻസെൻഡ് ദ സ്പീഷീസ് ബാരിയർ. അതാണ്
മനുഷ്യന് മാത്രമല്ല, എൻ്റെ പട്ടിക്ക് ദുഃഖം വന്നാൽ എനിക്കും ദുഃഖം വരും അല്ലേ? അവിടെ ഒരു നമ്മുടെ ഡൽഹി ഞാൻ കണ്ടതിന് വളരെ ചിന്തിപ്പിച്ചിട്ടുള്ളതാണ്. ബേർഡ്സ് ഹോസ്പിറ്റലുണ്ട്, ബേർഡ് ഹോസ്പിറ്റലുണ്ട് ഡൽഹി പോലുള്ള അറിയാമല്ലോ. അത് ജനന്മാരുടെ പക്ഷികളെ ട്രീറ്റ് ചെയ്യുന്ന ഒരു ആശുപത്രി. ആ സങ്കല്പം പാശ്ചാത്യർക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. അവർക്ക് വെറ്റിനറി സയൻസ് ഉണ്ട്, പക്ഷെ ഇത് കിട്ടിയിട്ടില്ല. പണ്ടുപോലെ ഉള്ളതാണ്. എവിടെയെങ്കിലും ഒരു പക്ഷി മുറിവേറ്റാൽ ഉടനെ അതിനെ ഇവിടെ കൊണ്ട് കൊടുത്താൽ മതി, അവരതിനെ ശുശ്രൂഷിച്ചുള്ളൂ. അത് കാട്ടുപക്ഷിയായിരിക്കാം. You see, you can transcend the species barrier. Animals generally do not cross the species barrier. ഇതാണ് മനുഷ്യ. അതുകൊണ്ട് ആ ഹ്യൂമൻ ബോഡിക്ക് റെസ്പോൺസിബിലിറ്റി ആണ്. ഇറ്റ് ഓൾസോ ഹാസ് എ തേജസ്. അതുകൊണ്ട് എല്ലാ ശരീരവും ഒരുപോലെ അല്ല എന്ന് വെറുതെ പോസ്റ്റർ പറയുന്നു. ഇവിടെ ഒരു പഠനം നെഗറ്റീവ് തിയോളജിയെ കുറിച്ച് പറഞ്ഞു, അപ്പോക്രാറ്റിക് തിയോളജി. അതിന്റെ ബദലായിട്ട് കാറ്റാഫാറ്റിക് തിയോളജി നമ്മൾ അപ്പോസ് ചെയ്യും. ഞാനൊരു പരിധി ഒരു അപ്പോക്രാറ്റിക് തിയോളജി ഹോൾഡ് ചെയ്യുന്നതിനെ പറ്റിയാണ്. ദൈവത്തെ എന്തെന്ന് ഞാൻ അറിഞ്ഞു എന്ന് പറയുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, ഞാൻ അറിഞ്ഞ ദൈവത്തെ ദൈവം എല്ലാം അറിയും ഉപരിയാണ്. അപ്പൊ അങ്ങനെയാണ് മിസ്റ്റിക്കുകളൊക്കെ. രമണ മഹർഷി ഒരു കാര്യം പറഞ്ഞു, കണ്ടവരാരും മിണ്ടിയിട്ടില്ല, മിണ്ടിയവരാരും കണ്ടിട്ടില്ല. എന്നാലും നമ്മൾ ഒരു സൈഡിൽ കൂടെ ഈ പറഞ്ഞ അപ്പോക്രാറ്റിക് തിയോളജി പറയുമ്പോൾ തന്നെ, അതിനെ അപ്രൂവ് ചെയ്യുമ്പോൾ തന്നെ ദൈവത്തെ കുറിച്ചുള്ള വിവരണങ്ങൾ മറു സൈഡിൽ കൂടെ ഉണ്ടാകും. ഇത് എങ്ങനെയാണ് ഒന്ന് ബാലൻസ് ചെയ്യുന്നത് അറിയാം? ഇറ്റ്സ് എ വെരി ഡെലിക്കേറ്റ് ബാലൻസ്. സാധാരണഗതിയിൽ കൂടുതൽ അറിഞ്ഞിരിക്കുന്ന ആളുകൾ രമണ മഹർഷിയെ പോലെ they tend to be more silent. രമണ മഹർഷി പൂർണ്ണമായിട്ടും സൈലന്റ് ഇല്ലായിരുന്നു, അത് പല കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടും പറഞ്ഞിട്ടുമുണ്ട്. ബട്ട് ഇൻ ജനറൽ ഹി വാസ് സൈലന്റ്. ഇവിടെ കേരളത്തിലും മറ്റു സ്ഥലങ്ങളിലൊക്കെ നമുക്കറിയാവുന്ന ഈ സാധുമത്തായിട്ട് എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. നിങ്ങളായാലൊക്കെ സീരിയസ് അറിയാമായിരുന്നു. ഞാൻ ചെറുപ്പത്തിൽ എന്നെ വളരെ ആകർഷിച്ചിട്ടുള്ള ഒരാളാണ് സാധുമത്തായിട്ട്. അതുപോലെ പാമ്പാടിത്തിരിക്കും, രണ്ടു കണ്ടംപററീസ് ആണ്. ഈ സാധുമത്തായിന് ആശ്രമത്തിലെ, ഈ മങ്ങാൻ ആശ്രമത്തിലെ ഒരു അന്ന് പുതിയ കെട്ടിടമൊന്നും ഒന്നുമില്ല, ഒരു ബിൽഡിങ്ങേ ഉള്ളൂ. അതിൻ്റെ അകത്ത് സാധുവച്ചുണ്ടാവും. അതിന് ഈ പ്രാർത്ഥനയൊക്കെ നടത്താനായിട്ട് ഈ കർട്ടനായിട്ട് ഒരു ഏറിയുണ്ട്. അത് ഓർത്തഡോക്സുകാർക്ക് അവിടെ കുർബാന നടത്താം, CSIക്കാർക്ക് പ്രാർത്ഥന നടത്താം, എല്ലാവർക്കും സാധിക്കും. ഒരു കർട്ടനയോ ഞങ്ങൾ ഈ ചെറുപ്പത്തിൽ ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ചില സീനിയേഴ്സൊക്കെ അവിടെ കൊണ്ടുപോയിട്ടു. ഇവിടെ നിന്ന് ചർച്ച നടത്തുകയും മെഡിറ്റേഷൻ നടത്തുമ്പോൾ ഈ സാധുമത്തായിട്ട് ഈ കർട്ടൻ്റെ പുറകിൽ ഇരിക്കുകയുള്ളൂ. അതൊരു വളരെ സാത്വികനായ മനുഷ്യൻ. അദ്ദേഹം ഒത്തിരി നല്ല കാര്യങ്ങളായ കുട്ടികൾക്ക് വേണ്ടിയൊക്കെ ചെയ്തിട്ടുള്ള ആളാണ്. ഒരു ചെറിയ ഓയിൽ ഇതൊക്കെ ഇട്ട് ഇരിക്കുകയാണ്. അപ്പം ബട്ട് ഹി ടെൻഡ്സ് ടു ബി സൈലന്റ്. ഒത്തിരി സംസാരിക്കുക. എനിക്കതൊരു ടച്ചിങ് ആയിട്ടുള്ള സംഗതിയാണ്. കൂടുതലും വോളിയൂനസ് ആയിട്ട് സംസാരിക്കും തോറും അതിൻ്റെ അർത്ഥം നമുക്ക് അത്ര സംഗതികളേ ഉള്ളൂ എന്നുള്ളതാണ്. അതിൻ്റെ എല്ലാവരും ഒരുപോലെ പറയാൻ സാധിക്കുകയില്ല. സ്പീച്ച് ആൻഡ് സൈലൻസ് ഡയലക്റ്റിക്കൽ റിലേഷൻഷിപ്പ്. അതൊന്നും മാത്രമല്ല, ഡയറ്റഫാറ്റിക്ക് മാത്രമല്ല, അപ്പോഫാറ്റിക്ക് മാത്രവുമില്ല. ബട്ട് ഇൻ ജനറൽ യൂണിവേഴ്സിൻ്റെ ഒരു പ്രിൻസിപ്പിൾ നോക്കിയാൽ വോയിസ് ഇവിടെ സൗണ്ട് ഇല്ല. സൗണ്ട് എന്ന് പറയുന്നത് ഈ ഹ്യൂമൻ ബോഡി മാത്രമേ ഉള്ളൂ സൗണ്ട്. മറ്റിടത്ത് സൗണ്ട് ഉണ്ടാകില്ല. ഇപ്പം വായു ഇല്ലാത്തടത്ത് സൗണ്ട് ഉണ്ടാകില്ല. നമുക്ക് നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ സൗണ്ട് ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഈ പ്രപഞ്ചം മുഴുവൻ ഇത്രയും ഭംഗിയായിട്ട് പോകുന്നെങ്കിലും there is absolutely no sound. It is silence. സ്പിരിച്വൽ പ്രിൻസിപ്പിൾ ഒന്ന് മാത്രമേ പറയാൻ സാധിക്കുള്ളൂ. ബട്ട് ഇറ്റ്സ് ബെറ്റർ ടു ബി സൈലന്റ് ദാൻ ടു ബി ടോക്കിംഗ്. എനിക്ക് തോന്നുന്നത് ഈ പര്യവേക്ഷണത്തിൽ വളരെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ നമ്മൾ പ്രത്യേകപ്പെടുത്തുന്നതാണ്. ഒന്ന്, അറിയാതെയാണ് മിക്കപ്പോഴും നമ്മൾ ഓരോരുത്തരും ഒരു ചിന്താ രീതിയുണ്ട്. അറിയാതെ എൻ്റെ പശ്ചാത്തലം മാത്തമാറ്റിക്സ് ആയതുകൊണ്ട് ഓരോരുത്തരുടെയും ചിന്താരീതിക്ക് അടിസ്ഥാനപരമായി വർത്തിക്കുന്ന ഒരു ലോജിക്കൽ സിസ്റ്റം, അത് നമ്മൾ കോൺഷ്യസ് ആണ്. അപ്പൊ അതിനെ കുറിച്ച് കോൺഷ്യസ് ആകുക, ക്രിട്ടിക്കൽ ആകുക, റിഫ്ലക്റ്റീവ് ആകുക, ആവശ്യമെങ്കിൽ റീക്രിയേറ്റ് ചെയ്യുക, വളരെ മൗലികമാണ്. അപ്പൊ ഓരോരുത്തരും പറയുന്ന അഭിപ്രായത്തിന്റെ അതിന് അടിസ്ഥാനപരമായി അവിടെ നമ്മളൊരു ഇത് നടത്തുന്നുണ്ട്. എൻ്റെ ബ്രെയിൻ കോൺഷ്യസ്നെസ് എന്ന് പറഞ്ഞു.
അതിൻ്റെ തന്നെ ജനറ്റിക് പല തലങ്ങളുണ്ട്. അതിൻ്റെ സംഘടനകളിൽ കടക്കും. ഒന്നാണ്. രണ്ട്, എനിക്ക് തോന്നുന്നത് ഇതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മറ്റൊരാളുടെ നിലപാടുകളും അഭിപ്രായങ്ങളും ദർശനങ്ങളുടെയും അടിസ്ഥാനമായിട്ട് വർദ്ധിച്ച ചിന്താരീതിയാണ്. ഞാനിപ്പോഴും പറയും, പെട്ടെന്ന് വളരെ ഷോർട്ടായിട്ട് പറയുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം മനസ്സിലാക്കണമെങ്കിൽ ആദ്യത്തെ വാക്യം വചനം ദൈവമായി, വചനം ദൈവത്തോട്. ഈ ഒരു ഗ്രീക്ക് ഫിലോസഫി മനസ്സിലാക്കാൻ ഒരിക്കലും യോഹന്നാന്റെ സുവിശേഷത്തിൽ കണ്ടെത്താൻ പറ്റും. അതുകൊണ്ട് നമ്മുടെ വെസ്റ്റേൺ ഫിലോസഫിയെ കുറിച്ച്, വെസ്റ്റേൺ ഫിലോസഫേഴ്സിനെ കുറിച്ച് ഷൗദാനി ഉൾപ്പെടെ, അതുപോലെ ചാൾസ് ഡാർവിൻ, ഇതിന്റെ അടിസ്ഥാനപരമായിട്ട് അത് നമ്മൾ തേടുമ്പോഴേ അതിൻ്റെ നന്മകൾ മനസ്സിലാക്കാൻ, പരിമിതികൾ മനസ്സിലാക്കാൻ, അതിനെ മാനിക്കാൻ വേണ്ടത് തിരസ്കരിക്കാനുണ്ട്. മൂന്നാമത്തെ പ്രശ്നം എനിക്ക് തോന്നുന്നു, ഇതൊക്കെ പറയുമ്പോഴും ചരിത്രത്തിലോട് നിർവഹിക്കുന്ന ധർമ്മം എന്തായെന്നുള്ളത് ഒരുപക്ഷെ നമുക്ക് വളരെ പ്രധാനപ്പെട്ടു. ഇത് ഓരോന്നും നിർവഹിക്കുന്ന ചരിത്രത്തിലെ ധർമ്മമല്ല. അവിടെ ബോർഡറുകൾ സൃഷ്ടിക്കുന്നുണ്ടോ, ബോർഡറുകൾ പിന്നെ എക്സ്റ്റെൻഡ് ചെയ്യാൻ സഹായിക്കുന്നുണ്ടോ എന്നുള്ളത്. അവിടെയും നമ്മൾ അടിസ്ഥാനപരമായിട്ട് നമ്മളുടെ ഗ്രൂപ്പ് യേശുവിനോട് വെളിപ്പെടുത്താം. അതും നോക്കണം. അതങ്ങനെ അതൊന്നും പറയാനൊക്കുകയില്ല. ഓരോ തരത്തിലും അതിന് വ്യത്യാസങ്ങളുണ്ട്. അപ്പൊ ഈ ഇത്തരം മൗലികമായ ചില കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു കൂടുതൽ ആഴത്തിലുള്ള അവബോധം നമ്മുടെ പരിവേഷണത്തെ കൂടുതൽ അർത്ഥവത്താക്കാൻ, ധന്യമാക്കാൻ സഹായിക്കും. ഇത് പറയുമ്പോൾ ഞാനുൾപ്പെടെയുള്ളവർ ചെയ്യുന്ന കാര്യമായിട്ടാണ് ഞാൻ പറയുന്നത്. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും പ്രത്യേകം നന്ദി, കേന്ദ്രത്തിനും പ്രത്യേകം നന്ദി. ഇതിവിടെ അവസാനിക്കല്ലോ. ഉച്ച കഴിഞ്ഞാൽ ഉടനെ വീണ്ടും തുടരുകയാണ്. 3 മണി വരെ പിന്നെ അച്ഛന് ഇന്നലെ ഒരു ശവസംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് 4:30 എന്നുള്ള മാറ്റി 4 മണിക്ക് നിർത്തുന്നതാണ്. 3 മണി വരെയുള്ള നമ്മുടെ 2 പ്രസന്റേഷൻസ്, പിന്നെ 2 പ്രസന്റേഷൻസ്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അച്ഛൻ്റെ കൺക്ലൂഡിങ് സെഷൻ, പിന്നുള്ള ഒരു മണിക്കൂർ 3 മണിക്ക് നമുക്ക് നിർത്താൻ 4 മണി വരെ അച്ഛനുമായിട്ട് ഒരു പിന്നെ ഔപചാരികതയുടെ പ്രശ്നമില്ലാതെ കാര്യങ്ങൾ ചോദിക്കാനും അറിയാനും ഇതായിരുന്നു. അതുകൊണ്ട് ഉച്ച കഴിഞ്ഞിട്ട് കുറെ അനൗപചാരികമാകാൻ ഈ സീറ്റിംഗ് അറേഞ്ച്മെന്റ് പട്ടത്തിലാക്കി ചെയ്യാം. ക്ഷമിക്കണം, 1:30 വരെ ആയത്.